റോമൻ സാമ്രാജ്യത്തിൻ്റെ ചരിത്രം പൂർണ്ണമായി വിവരിക്കുന്ന ഈ സീരീസിൻ്റെ മൂന്നാമത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. സംഭവബഹുലമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ റോമിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിലുള്ള രാജാവായ ടൈബീരിയസിന് റോമിൽ വലിയ വിലയൊന്നുമില്ല. പക്ഷേ ആ സമയത്ത് വലിയ രീതിയിൽ താരപരിവേഷം ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, ജെർമേനിക്കാസ് അടുത്ത രാജാവാണ്. അത് ഈ ടൈബീരിയസ് മരിച്ചു കഴിഞ്ഞാൽ ടൈബീരിയസിൻ്റെ അനന്തരവനായിട്ടുള്ള ജെർമേനിക്കാസ് ആണ് രാജ്യം ഭരിക്കാൻ പോകുന്നത്. ടൈബീരിയസിന് ജെർമേനിക്കസിനോട് വലിയ രീതിയിലുള്ള അസൂയ തന്നെ ഉണ്ട്. ജെർമേനിക്കസിനെ എങ്ങനെയെങ്കിലും വകവരുത്തി തൻ്റെ മകനായ ഡ്രാസ്യൂസ് ദ യങ്ങറിനെ രാജാവാക്കണമെന്നുള്ള ഒരു ഹിഡൻ അജണ്ട ടൈബീരിയസിനുണ്ട്. അതിനു പുറമെ ജെർമേനിക്കാസിൻ്റെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ആ ആരാധന ഇല്ലാതെയാക്കണം. ആളുകളുടെ മുൻപിൽ അവനൊന്നുമല്ല എന്നുള്ളൊരു ധാരണ വരുത്തി തീർക്കണം. അതിനുവേണ്ടിയുള്ള ചില ഗൂഢതന്ത്രങ്ങളൊക്കെ അയാൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അയാളുടെ മകനായ ഡ്രാസ്യൂസ് ദ യങ്ങറിനെ ജർമ്മനിയുടെ അതിർത്തിയിലേക്ക് അയക്കുന്നത്. റോമിൻ്റെ ഉത്തര കിഴക്ക് ഭാഗത്തായിട്ട് വരുന്ന ഒരു അതിർത്തിയാണ് ഈ ജർമ്മനി എന്ന് പറയുന്നത്. അവിടെ ധാരാളമായിട്ടും എതിർചേരിയിലുള്ള ആളുകളുണ്ട്. അവരെങ്ങനെയെങ്കിലും ഈ റോമൻ സാമ്രാജ്യം പിടിച്ചടക്കാനുള്ള ശ്രമങ്ങളിലാണ്. അതിന് തടയിട്ടുകൊണ്ടിരിക്കുന്ന, അവിടെ ഒരുപാട് വിജയങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു ജനറലാണ് ജെർമേനിക്കാസിനാണ് ആ ഭാഗത്തെ ചാർജ് ഉള്ളത്. അവിടേക്ക് ഡ്രാസ്യൂസിനെ അയക്കുകയാണ്. ഇനി അവിടുത്തെ ചാർജ് ഡ്രാസ്യൂസിനുള്ളതാണ്. 17 AD ഡ്രാസ്യൂസ് അവിടെ എത്തിച്ചേരുന്നത്. തൊട്ടുപുറകെ തന്നെ ജെർമേനിക്കാസിന് മറ്റൊരു ഓർഡർ കൂടി ലഭ്യമാകുന്നുണ്ട്. ഇനി ജെർമേനിക്കാസ് ആ ഭാഗത്ത് നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ സേവനം റോമിനി അത്യാവശ്യമാണ്. നിങ്ങൾ സേവിക്കേണ്ട സ്ഥലമെന്ന് പറയുന്നത് കിഴക്ക് ഭാഗത്താണ്. കിഴക്ക് തെക്ക് ഭാഗത്തായിട്ടുള്ള സിറിയ പ്രൊവിൻസാണ് ഭരിക്കേണ്ടത്. സിറിയ റോമൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു പ്രദേശം തന്നെയാണ്. ജെർമേനിക്കാസിന് അറിയാം, വ്യക്തമായിട്ടുള്ള ധാരണ തന്നെയുണ്ട് ഇതിൻ്റെ പിന്നിലൊരു ചതിയുണ്ടെന്ന്. പക്ഷേ അയാൾ ആ ഓർഡർ സ്വീകരിച്ച് സിറിയയിലേക്ക് പോവുകയാണ്. പക്ഷേ ജെർമേനിക്കാസിന് മാത്രമല്ല ഈ ഒരു പ്രൊവിൻസിലെ അധികാരം കൊടുത്തിരിക്കുന്നത്. അത് വലിയൊരു ട്രാപ്പാണ്. സ്വതന്ത്രനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജെർമേനിക്കാസിൻ്റെ സ്വാതന്ത്ര്യമൊക്കെ ഇല്ലാതെയാക്കുക. അയാൾ ഇനിയൊരു നേട്ടം കൈവരിച്ചാൽ അത് അയാളുടെ മാത്രം നേട്ടമല്ല, ടൈബീരിയസിൻ്റെ വേണ്ടപ്പെട്ട ആളുകളുടെയും കൂടെ നേട്ടമാണെന്ന് വരുത്തി തീർക്കുക. അതിനു പുറമെ വേറെയും ചില ചതി കൂടി ഇവിടെ ഒളിഞ്ഞു കിടപ്പുണ്ട്. സിറിയയിലേക്ക് ജെർമേനിക്കാസിന് പുറമെ മറ്റൊരു വ്യക്തിയെ കൂടി ടൈബീരിയസ് അയക്കുകയാണ്. അത് മറ്റാരുമല്ല, കാൽപൂർണിയസ് പിസോയാണ്. കാൽപൂർണിയസ് പിസോ ടൈബീരിയസിൻ്റെ വളരെ അടുത്ത, വളരെ സീനിയർ ആയിട്ടുള്ള ഒരു സെനറ്റ് അംഗമാണ് എന്ന് മാത്രമല്ല, 7 AD ടൈബീരിയസിനോടൊപ്പം തന്നെ റോമിൻ്റെ കൺസ്യൂളായിട്ട് ഇയാൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അതായത് ടൈബീരിയസിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട വിശ്വസ്തനായിട്ടുള്ള വ്യക്തിയെ സിറിയയിലേക്ക് അയക്കുകയാണ്. കൂടാതെ അയാൾക്കൊരു പദവിയുമുണ്ട്. സിറിയ പ്രൊവിൻസിൻ്റെ അധികാരി, അല്ലെങ്കിൽ അവിടുത്തെ ഗവർണർ ഈ വ്യക്തിയാണ്, പിസോ ആണ്. അപ്പോൾ ഈ കാര്യങ്ങളിൽ ഒരു ധാരണ ലഭ്യമായിട്ട് തന്നെയാണ് ജെർമേനിക്കാസ് അവിടെ എത്തിച്ചേരുന്നത്. ജെർമേനിക്കാസ് എത്തിച്ചേരുന്നതിന് മുൻപ് തന്നെ പിസോ അവിടെ എത്തിച്ചേരുന്നുണ്ട്. കാരണം അവിടെയുള്ള പടയാളികൾ തൻ്റെ ഒരു മേധാവിത്വം ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. അവിടുത്തെ പടയാളികളെ എല്ലാം തൻ്റെ പ്രിയപ്പെട്ട പടയാളികളാക്കി മാറ്റണം. താൻ എന്ത് പറഞ്ഞാലും അവരത് ചെയ്യണം. ജെർമേനിക്കാസിന് അവരുടെ മേൽ ഒരു അധികാരവും ഉണ്ടാകാൻ പാടില്ല. പക്ഷേ കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ ഞാൻ പറഞ്ഞതാണ്, ജെർമേനിക്കാസിന് റോമിൽ വലിയൊരു താരപരിവേഷമാണ് ഉള്ളത്. അവിടെയുള്ള പടയാളികൾക്കെല്ലാം തന്നെ ജെർമേനിക്കാസിനോട് വലിയ താല്പര്യമുണ്ട്. പട്ടാളക്കാർക്ക് ഇടയിലുണ്ടായിരുന്ന ഒരു മ്യൂട്ടണി അവസാനിപ്പിച്ചത് ശരിക്കും പറഞ്ഞാൽ ഈ ജെർമേനിക്കാസ് തന്നെയാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള റെമ്യൂണറേഷൻ കൊടുക്കാനായിട്ട് തയ്യാറായി വന്നതും ജെർമേനിക്കാസ് തന്നെയാണ്. അതിൻ്റേതായിട്ടുള്ള ബഹുമാനം റോമിൻ്റെ എല്ലാ ഭാഗങ്ങളിലുള്ള പടയാളികൾക്കുമുണ്ട്. ഇത് പിസോയ്ക്കും അറിയാമായിരുന്നു. എങ്കിൽ പോലും അയാൾ അവിടെ എത്തിച്ചേർന്ന് അയാളുടേതായിട്ടുള്ള ഒരു സഖ്യം ഉണ്ടാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ അവരുടെ എല്ലാം ഏറ്റവും ഉയർന്ന പദവിയിലുള്ളൊരു വ്യക്തിയായി സ്വയം മാറാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിൽ അയാൾ പൂർണ്ണമായിട്ടും വിജയിക്കുന്നൊന്നുമില്ല. അയാൾ ഫാദർ ഓഫ് ലീജിയൻ എന്ന ഒരു പദവി സ്വയം ചാർത്തി കൊടുക്കുന്നുണ്ട്. ലീജിയൻ എന്ന് പറഞ്ഞാൽ ഒരു സൈന്യ വ്യൂഹമാണ്. ഏകദേശം 3000 മുതൽ 6000 പട്ടാളക്കാർ വരെ വരുന്ന ഒരു സൈന്യ വ്യൂഹത്തെയാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ അവരുടെ എല്ലാവരുടെയും പിതാവ് താനാണ് എന്ന രീതിയിലുള്ള ഒരു പരിവേഷം അയാൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പക്ഷേ കാര്യമായിട്ടുള്ളൊരു റിഫ്ലക്ഷനൊന്നും ഈ പടയാളികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. ഇത്തരത്തിലുള്ള നീക്കമെല്ലാം നടത്തിയതിന് ശേഷം മാത്രമാണ് ജെർമേനിക്കാസ് സിറിയയിൽ എത്തിച്ചേരുന്നത്. സിറിയയുടെ ഒരു ജിയോഗ്രഫിക്കൽ പൊസിഷൻ ഇവിടെ വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ്.
സിറിയ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു അതിർത്തിയാണെന്ന് പറയാം റോമൻ സാമ്രാജ്യത്തിൻ്റെ. അതിൻ്റെ കിഴക്ക് വടക്ക് ഭാഗത്തായിട്ട് തുർക്കിയുണ്ട്. തുർക്കിക്കപ്പുറമുള്ളത് റോമിൻ്റെ ഭാഗമല്ല. അതിൻ്റെ തെക്ക് ഭാഗത്തേക്ക്, ഒരു തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് വരികയാണെങ്കിൽ അവിടെയാണ് ഈജിപ്റ്റ്. സിറിയയിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോഴാണ് ജർമേനിക്കാസിന് ശരിക്കും താൻ അകപ്പെട്ടിരിക്കുന്ന ആ ട്രാപ്പിൻ്റെ തീവ്രത വ്യക്തമാകുന്നത്. ഇവിടെ ഇങ്ങനെ നിന്നു കഴിഞ്ഞാൽ ഒരു രണ്ടാമനായിട്ട് നിൽക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഗവർണർ ഉള്ളത് കൊണ്ട് തന്നെ ജർമേനിക്കാസിന് സ്വയം ഒരു തീരുമാനവും എടുക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും അയാൾ മറ്റൊരു സ്ഥലത്തേക്ക് ഒന്ന് മാറാനായിട്ട് തീരുമാനിക്കുകയാണ്. ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത് കിഴക്ക് തെക്ക് ഭാഗത്തേക്ക് പോവുക, അവിടെയാണ് ഇനി സേവനം ആവശ്യമുള്ളതെന്നാണ്. അതുകൊണ്ട് സിറിയ പ്രൊവിൻസിൽ തന്നെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അവിടെ നിന്ന് അല്പമൊന്നും മാറിക്കഴിഞ്ഞാൽ പിസോയുടെ കീഴിലാവുകയില്ല. പിസോ സിറിയയിൽ തന്നെ നിൽക്കുകയും ചെയ്യും. തനിക്ക് തൻ്റേതായിട്ടുള്ള സ്വാതന്ത്ര്യം ലഭ്യമാകും. കൂടുതൽ സ്ഥലങ്ങൾ പിടിച്ചടക്കാനും അതുപോലെ തന്നെ റോമിലുള്ള ആളുകളുടെ സ്വീകാര്യത കൂടുതലായിട്ട് നേടിയെടുക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. പക്ഷേ അയാൾ ഇവിടെ ഒരു തെറ്റായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് എടുക്കുന്നുണ്ട്. അയാൾ പോകുന്നത് മറ്റെവിടേക്കുമല്ല, ഈജിപ്തിലേക്കാണ്. സിറിയയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈജിപ്റ്റ്. വർഷങ്ങൾക്ക് മുൻപ് ക്ലിയോപാട്ര ഭരിച്ചിരുന്ന ഈജിപ്റ്റ്. മാർക്ക് ആൻ്റണിയും ക്ലിയോപാട്രയും ഒന്നു ചേർന്ന ഈജിപ്റ്റ്. സീസർ എത്തിച്ചേർന്ന് പിടിച്ചടക്കിയ ഈജിപ്റ്റ്. ഒക്ടേവിയൻ ഒരു ചക്രവർത്തിയായി മാറുന്നതും ഇതേ ഈജിപ്തിൽ നേടിയെടുത്ത വിജയത്തെ തുടർന്നാണ്. പക്ഷേ ആ ഘട്ടത്തിൽ ഒക്ടേവിയൻ വളരെ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിരുന്നു. ഒരു ഓർഡർ തന്നെ ഇറക്കിയിരുന്നു. ഈജിപ്തിലേക്ക് സെനറ്റിലെയോ അല്ലെങ്കിൽ രാജകൊട്ടാരത്തിലെയോ ഒഫീഷ്യലായിട്ടുള്ള ആരെങ്കിലും പോവുകയാണെങ്കിൽ, അങ്ങനെ പോകണമെങ്കിൽ സെനറ്റിൻ്റെ അനുവാദം തീർച്ചയായിട്ടും മേടിച്ചിരിക്കണം. കാരണം ഈജിപ്തിൽ പോകുന്ന ആളുകളൊക്കെ തന്നെയും മാർക്ക് ആൻ്റണിയെ പോലെ ആയി മാറുമോ എന്നുള്ളൊരു ഭയം ഒക്ടേവിയന് അല്ലെങ്കിൽ അഗസ്റ്റസ് സീസറിന് ഉണ്ടായിരുന്നു. അത് ഇല്ലാതെ ആക്കാൻ വേണ്ടിയായിരുന്നു അയാളുടെ ഈ ഒരു തന്ത്രം. പക്ഷേ ഒക്ടേവിയൻ്റെ കാലമൊക്കെ കഴിഞ്ഞു പോയെങ്കിൽ പോലും ഇപ്പോഴും ആ നിയമം നിലവിലുണ്ട്. അയാൾക്ക് വലിയ രീതിയിലുള്ളൊരു സ്വീകരണം തന്നെയാണ് അലക്സാണ്ട്രിയയിൽ നിന്നും ലഭ്യമാകുന്നത്. അയാൾ എല്ലായിടത്തും പ്രശസ്തനായി മാറിക്കഴിഞ്ഞിരുന്നു. പക്ഷേ ടൈബീരിയസ് അടങ്ങിയിരുന്നില്ല. അയാൾക്ക് എങ്ങനെയെങ്കിലും ജർമേനിക്കാസിനെ മടക്കി സിറിയയിലേക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ അയാൾക്ക് രഹസ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതിനു പുറമെ സെനറ്റിന് ജർമേനിക്കാസിന് എതിരെ ഒരു വികാരം ഉണ്ടാക്കിയെടുക്കാനും ഈ അവസരം സാധിക്കുന്നതാണ്. അയാൾ സെനറ്റിൽ പോയി പറഞ്ഞു, കണ്ടോ ജർമേനിക്കാസ് നമ്മൾ സിറിയയിലേക്ക് അയച്ചതാണ്. അയാൾ ഒരു അതോറിറ്റിയും ഇല്ലാതെ ഈജിപ്തിൽ കയറിപ്പറ്റിയിരിക്കുന്നു. ഒരുപക്ഷെ അവിടെ പോയി മാർക്ക് ആൻ്റണിയെ പോലെ ഒരു സൈന്യവുമായിട്ട് വന്ന് റോമിനെ ആക്രമിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതൊരിക്കലും നടക്കാൻ പാടില്ല. അയാളെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോകണം. സെനറ്റിലും അത് ഒരു അലോസരം ഉണ്ടായി. അവർക്ക് ജർമേനിക്കാസിനോട് വലിയ താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ സെനറ്റിൻ്റെ അനുമതി ഇല്ലാതെ ഈജിപ്തിലേക്ക് പോയതിൽ അവർക്ക് വലിയ വിഷമം തന്നെ തോന്നി. അതുകൊണ്ട് തന്നെ വളരെ വേഗതയിൽ ഒരു മെസ്സേജ് ജർമേനിക്കാസിനെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഈജിപ്റ്റ് വിടുക, നിങ്ങൾക്ക് അവിടെ നിൽക്കാനുള്ള അനുമതിയില്ല, സിറിയയിലേക്ക് മടങ്ങി പോവുക. ഒരു നിവൃത്തിയുമില്ലാതെ അയാൾ സിറിയയിലേക്ക് മടങ്ങി പോവുകയാണ്. അവിടെ വലിയൊരു ചതി ഒളിഞ്ഞിരിക്കുന്ന കാര്യം അയാൾക്ക് വ്യക്തമല്ലായിരുന്നു. 19 AD പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു ജർമേനിക്കാസ്. അതിൻ്റെ പിന്നിൽ ഒരാളുടെ കരം മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് കൽപൂർണിയസ് പിസോയുടെ കരങ്ങളാണ്. അവിടെ ഉണ്ടായിരുന്ന സൈനികർക്ക് എല്ലാവർക്കും അത് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. പിസോ ശരിക്കും കുടുങ്ങുക തന്നെ ചെയ്തു. അയാൾക്ക് ശരിക്കും അവിടെ ഒരു പടയാളികളൊന്നും തന്നെ ഇല്ല. അയാളോട് താല്പര്യമുള്ള ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും ജർമേനിക്കാസ് ജീവനായിരുന്നു. എല്ലാവരുടെയും പ്രിയപ്പെട്ട ജർമേനിക്കാസ് മരണമടഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ കാരണക്കാരൻ അവരുടെ ഗവർണറായിട്ടുള്ള പിസോയാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, ഗവർണറോ അല്ലെങ്കിൽ രാജാവോ ആണെന്നുള്ള ഒരു പരിഗണനയും കൊടുത്തില്ല. പിസോയെ നേരിട്ട് അയാളുടെ കൊട്ടാരത്തിൽ ചെന്ന് ആക്രമിക്കുകയാണ്. കൊല്ലാനുള്ള ഒരു തീരുമാനം തന്നെയായിരുന്നു സൈനികരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. പക്ഷേ അയാൾ കരഞ്ഞ് കാല് പിടിച്ചില്ലെന്നേ ഉള്ളൂ. എന്നെ കൊല്ലരുത്, ഞാൻ റോമിലേക്ക് മടങ്ങിപ്പൊക്കോളാം, അവിടെ ഞാൻ വിചാരണ നേരിട്ട് കൊള്ളാം. ഇത്രയും പറഞ്ഞ് അയാൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ്. സൈനികർ അയാളെ കൊല്ലാൻ മുതിരുന്നില്ല. അയാൾ ഓടി റോമിൽ തന്നെ എത്തിച്ചേർന്നു. റോമിൽ വലിയ രീതിയിലുള്ള വിഷമം തന്നെയായിരുന്നു ആളുകൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. അവിടെ സന്തോഷിച്ചത് ഒരു ചെറിയ വിഭാഗം ആളുകൾ മാത്രമാണ്. ടൈബീരിയാസും അയാളുടെ മകനും ആ കൊട്ടാരത്തിലെ അയാളുടെ കീഴിലായിട്ട് വരുന്ന ആളുകളും. ബാക്കി എല്ലാവർക്കും വലിയ രീതിയിലുള്ള ഒരു വിഷമം തന്നെയാണ്. കൊച്ചു കുട്ടികളായിരുന്നു ജർമേനിക്കാസിന് ഉണ്ടായിരുന്നത്. അധികം പ്രായമൊന്നുമില്ല. കലിഗുലയുടെ കാര്യം നേരത്തെ തന്നെ ഞാൻ പറഞ്ഞതാണ്. കലിഗുലയാണ് ഏറ്റവും ഇളയ മകൻ.
കലിഗുലയ്ക്ക് മുകളിലായിട്ട് 2 ആൺമക്കളുണ്ട്. അതിനു പുറമെ 2 പെൺമക്കളുമുണ്ട്. അങ്ങനെ മൊത്തം 5 മക്കളാണ്. ഭാര്യ ആർഗിപ്പിനയാണ്. ആർഗിപ്പിനയ്ക്ക് വിഷമം സഹിക്കാൻ സാധിക്കുമായിരുന്നില്ല. അവർ സിറിയയിലേക്ക് തന്നെ പോയി. സിറിയയിൽ അവർ എത്തിച്ചേർന്നപ്പോഴേക്കും ശവമടക്കമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈജിപ്ഷ്യൻ സംസ്കാരമല്ല ഈ റോമൻ സംസ്കാരം. അവരെ സംബന്ധിച്ചിടത്തോളം മരിച്ചു പോയിട്ടുള്ള ജനറൽമാരെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആളുകളെ, രാജാക്കന്മാരെ ഒന്നും പിരമിഡ് പോലുള്ള ഒരു സ്ഥലത്തൊന്നും കൊണ്ടുപോയി അടക്കുകയില്ല. അവരുടെ ശവശരീരം അഗ്നിക്കിരയാക്കിയാണ് ചെയ്യുന്നത്. ജർമേനിക്കാസിൻ്റെ ഭാര്യയായ ആർഗിപ്പിന സിറിയയിൽ എത്തിച്ചേർന്നപ്പോഴേക്കും ശവസംസ്കാരം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് ആകെ കാണാൻ സാധ്യമായത് ഒരു പിടി ചാരം മാത്രമാണ്. ആ ചാരം ഒരു ചെറിയ കുടത്തിലാക്കിക്കൊണ്ട് അവർ റോമിലേക്ക് മടങ്ങി വരികയാണ്. റോമിൽ എത്തിച്ചേർന്നതിന് ശേഷം വലിയൊരു ഘോഷയാത്ര തന്നെ നടക്കുന്നുണ്ട്. ജർമേനിക്കാസിനോട് സ്നേഹമുള്ള ആളുകളൊക്കെ തന്നെയും ആ ഘോഷയാത്രയുടെ ഭാഗമാകുന്നുണ്ട്. കണ്ണീരോടെ അല്ലാതെ ആർക്കും അത് കണ്ടു നിൽക്കാൻ സാധിക്കുമായിരുന്നില്ല. അത്രയധികം വിഷമം നിറഞ്ഞ ഒരു സമയം തന്നെയാണ്. പക്ഷേ ആ ഒരു വിലാപയാത്രയിൽ കൊട്ടാരത്തിൽ നിന്നും ആരും ഉണ്ടായിരുന്നില്ല. ടൈബീരിയസ് ഉണ്ടായിരുന്നില്ല, അയാളുടെ മകൻ ഉണ്ടായിരുന്നില്ല, അയാളുടെ വേണ്ടപ്പെട്ട ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ശരിക്കും ആളുകൾ വലിയ രീതിയിലുള്ള ഒരു സംശയം തന്നെ ജനിപ്പിക്കുകയുണ്ടായി. ജർമേനിക്കാസ് മരിച്ചാൽ ശരിക്കും ഗുണം കിട്ടാൻ പോകുന്നത് ടൈബീരിയസിൻ്റെ മകനായ ഡ്രാസ്യൂസിനാണ്. അതുകൊണ്ട് ഇനി ടൈബീരിയസ് മനഃപൂർവ്വം കൊന്നതാണോ? സെനറ്റിലും ഈ വാർത്ത എത്തിച്ചേരുകയുണ്ടായി. സെനറ്റിന് പക്ഷേ സിറിയയിലുണ്ടായിരുന്ന സൈനികരുടെ ഒരു സന്ദേശവും ലഭ്യമായി. കൊന്നത് പിസോയാണ്, കൽപൂർണിയസ് പിസോ. കൽപൂർണിയസ് പിസോയെ എങ്ങനെയെങ്കിലും ശിക്ഷിക്കുക, വിചാരണ നടത്തുക. സെനറ്റിന് ഒറ്റയ്ക്ക് അത്തരത്തിലുള്ളൊരു വിചാരണ നടത്താൻ സാധിക്കുന്നതല്ല. അതിന് ചക്രവർത്തിയായിട്ടുള്ള ടൈബീരിയസിൻ്റെ അനുമതി വേണം. സെനറ്റ് രേഖാമൂലം തന്നെ ടൈബീരിയസിനോട് ആവശ്യപ്പെടുന്നുണ്ട്, ഒരു ട്രയൽ നടത്തണം, വിചാരണ നടത്തി അയാളെ ശിക്ഷിക്കണം. ടൈബീരിയസ് അതിന് തടയിടുകയാണ്. അതിൻ്റെ ആവശ്യമില്ല, അയാൾ സ്വാഭാവികമായിട്ട് മരണമടഞ്ഞാണ്, വീണ്ടും ഒരു വിചാരണ നടത്തേണ്ട ആവശ്യമില്ല. അവിടുത്തെ ഗവർണറായിരുന്നു പിസോ. പിസോയ്ക്ക് ജർമേനിക്കാസിനെ കൊല്ലേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പക്ഷേ സെനറ്റ് അതുകൊണ്ടൊന്നും അടങ്ങുന്നില്ല. അവർ ഫോഴ്സ് ചെയ്യുകയാണ്. ഇനി എതിർക്കാൻ സാധിക്കുകയില്ല. ഇനി എതിർത്ത് കഴിഞ്ഞാൽ സെനറ്റിൽ വിചാരിച്ചു കഴിഞ്ഞാൽ ടൈബീരിയസിനെ പുറത്താക്കാൻ പോലും സാധിക്കുന്നതാണ്. അപകടം മണത്ത ടൈബീരിയസ് അനുമതി കൊടുക്കുകയാണ്, ട്രയൽ ആരംഭിക്കാം. ട്രയൽ നടക്കുന്ന ദിവസം രാവിലെ ടൈബീരിയസിൻ്റെ ഒരു പ്രസംഗമാണ്. ആ പ്രസംഗത്തിന് ശേഷമാണ് ട്രയൽ ആരംഭിക്കുക. ഒരു വാണിംഗ് എന്ന രീതിയിലാണ് ശരിക്കും അയാൾ പ്രസംഗിക്കുന്നത്. ട്രയൽ നടത്താനുള്ള അനുമതിയൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, പക്ഷേ അനുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ ട്രയൽ ഒരു കാരണവശാലും എൻ്റെ നേരെ വരാൻ പാടില്ല. കാരണം സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ജർമേനിക്കാസ് മരിക്കുന്നതിലൂടെ ഏറ്റവും പ്രയോജനം കിട്ടുക എൻ്റെ മകന് തന്നെയാണ്. അതിൻ്റെ പേരിൽ എന്നെ വിചാരണ ചെയ്യാൻ പാടില്ല. വിചാരണ എൻ്റെ നേർക്ക് വരാൻ ഒരു കാരണവശാലും അനുവദിക്കുന്നതല്ല. ഇത് കേട്ടുകൊണ്ടിരുന്ന പിസോയ്ക്ക് ഒരു കാര്യം വ്യക്തമായി, ടൈബീരിയസ് ഒരിക്കലും തൻ്റെ ഭാഗത്ത് നിൽക്കുകയില്ല. ഈ വിചാരണ ഒടുവിൽ എത്തിച്ചേരുന്നത് തൻ്റെ മരണത്തിലേക്ക് തന്നെയായിരിക്കും. വിചാരണ നേരിട്ട് മരിക്കുന്നതിലും നല്ലത് സ്വയം ആത്മഹത്യ ചെയ്യുന്നതാണെന്ന് പിസോയ്ക്ക് തോന്നി. അതുകൊണ്ട് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അയാൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. വിചാരണ ഒരൊറ്റ ദിവസം കൊണ്ട് തീരുന്ന കാര്യമല്ല, അതിന് കുറേയധികം ദിവസങ്ങൾ വേണ്ടി വരുന്നതാണ്. കാരണം ഇവിടെ ശിക്ഷിക്കേണ്ടത് ഗവർണർ പദവിയിലുള്ള ഉയർന്ന തലത്തിലുള്ള ഒരു വ്യക്തിയെയാണ്. അതുകൊണ്ട് തന്നെ കുറേയധികം നാൾ നീണ്ടുപോയി. അതിനിടയിലാണ് പിസോയുടെ ആത്മഹത്യ സംഭവിക്കുന്നത്. പക്ഷേ പിസോ കാണിച്ചത് ഒരു മണ്ടത്തരമാണെന്ന് പറയേണ്ടി വരും. കാരണം ടൈബീരിയസിന് പിസോയോട് വലിയ താല്പര്യമുണ്ട്. അയാൾ ഒരിക്കലും പിസോയെ കൊലയ്ക്ക് കൊടുക്കുകയില്ലായിരുന്നു. അതെന്തുകൊണ്ടാണ് ഞാൻ ഉറപ്പിച്ച് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ട്രയലിൻ്റെ ബാക്കിയായിട്ട് മറ്റൊരു ട്രയൽ കൂടി നടക്കുന്നുണ്ടായിരുന്നു. അവിടുത്തെ പ്രതിയായിട്ട് ചാർത്തപ്പെട്ടിരിക്കുന്നത് പിസോയുടെ ഭാര്യ തന്നെയാണ്. പിസോയ് അങ്ങനെ ഒരു കൊലപാതകം ചെയ്തിട്ടുണ്ടെങ്കിൽ പിസോയുടെ ഭാര്യയ്ക്ക് അതറിയാവുന്നതാണ്. ഇവർ രണ്ടുപേരും തമ്മിൽ ഗൂഢാലോചന നടത്തിയിട്ടായിരിക്കണം അത്തരത്തിലുള്ളൊരു പ്രവൃത്തി ചെയ്തത്. ഇങ്ങനെ സെനറ്റ് സംശയിക്കുന്നതിനെ തുടർന്നാണ് അങ്ങനെ ഒരു ട്രയൽ നടന്നത്. പക്ഷേ ആ ട്രയലിൻ്റെ അവസാന ഘട്ടത്തിൽ ടൈബീരിയസ് ഇടപെടുന്നുണ്ട്. അയാളുടെ ശക്തമായിട്ടുള്ള ഇടപെടലിനെ തുടർന്ന് പിസോയുടെ ഭാര്യയെ കൊല്ലണ്ട എന്നുള്ളൊരു വിധിയാണ് ഉണ്ടായത്. പിസോ മരിച്ചില്ലായിരുന്നെങ്കിൽ പിസോയ്ക്കും ഇത്തരത്തിൽ കൂടിപ്പോയാൽ ഒരു നാടുകടത്തൽ മാത്രമാണ് ലഭ്യമാവുക. ടൈബീരിയസ് രാജ്യം ഭരിക്കുന്നത് കൊണ്ട് തന്നെ നാടുകടത്തൽ അനുഭവിക്കേണ്ടി വരുമ്പോൾ പോലും രാജകൊട്ടാരത്തിന് സമാനമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലായിരിക്കും പിസോയ്ക്ക് ജീവിതകാലം കഴിച്ചു കൂട്ടേണ്ടി വന്നത്. പക്ഷേ വലിയൊരു ചതി തന്നെയാണ് പിസോ ചെയ്തത്. അതിൻ്റെ ഫലം അയാൾ അനുഭവിക്കുക തന്നെ ചെയ്തു. ടൈബീരിയസിൻ്റെ ഈ ട്രയലുകൾക്ക് ഇടയിലുണ്ടായിട്ടുള്ള ഇടപെടലുകൾ, ആ ഇടപെടലുകൾ സെനറ്റ് അംഗങ്ങളിൽ വല്ലാത്ത രീതിയിലുള്ള ഒരു വിദ്വേഷം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്.
വലിയ രീതിയിലുള്ള സംശയം തോന്നിയിട്ടുണ്ട്. ടൈബീരിയസ് ഇങ്ങനെ ഇടപെടണമെങ്കിൽ ആ മരണത്തിന് പിന്നിൽ ടൈബീരിയസ് പങ്കെടുത്തിട്ടുണ്ടായിരിക്കണം. ഈ ഒരു ധാരണ സെനറ്റ് അംഗങ്ങൾക്ക് മാത്രമല്ല ആർഗിപ്പിനയ്ക്കും, അതായത് ജെർമേനിക്കാസിൻ്റെ ഭാര്യയ്ക്കും ഉണ്ടാകുന്നുണ്ട്. ആർഗിപ്പിന ഒരുമ്പെട്ട് തന്നെ ഇറങ്ങി. അവർക്ക് വലിയ രീതിയിലുള്ളൊരു വൈരാഗ്യം ടൈബീരിയസിനോട് തോന്നി. ആളുകൾക്കെല്ലാം ആർഗിപ്പിനയോട് വലിയ രീതിയിലുള്ള സഹതാപമുണ്ട്, സ്നേഹമുണ്ട്. അതവർ യൂട്ടിലൈസ് ചെയ്യുക തന്നെ ചെയ്തു. അവർ എല്ലാ സ്ഥലങ്ങളിലും പോയി അവരുടെ ഭാഗത്ത് വലിയൊരു സൈന്യത്തെ അല്ലെങ്കിൽ പ്രക്ഷോഭം നടത്താനുള്ള ഒരു ജനക്കൂട്ടത്തെ ഉണ്ടാക്കിയെടുക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ആർഗിപ്പിനെയും മക്കളെയും എങ്ങനെയെങ്കിലും അറസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു തോന്നൽ ടൈബീരിയസിന് ഉണ്ടാകുന്നുണ്ട്. അല്ലെങ്കിൽ തനിക്ക് ഈ സ്ഥാനത്തിരിക്കാൻ സാധിക്കുന്നതല്ല, വലിയ രീതിയിലുള്ളൊരു പ്രക്ഷോഭം നടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അവരെ അറസ്റ്റ് ചെയ്യാനായിട്ട് സൈനികരെ വിടുന്നുണ്ട്. കുറ്റം രാജ്യദ്രോഹമാണ്. അവർ താമസിക്കുന്ന അവരുടെ കൊട്ടാര ഭാഗത്ത് ചെന്ന് ആർഗിപ്പിനെയും മക്കളെയും കസ്റ്റഡിയിലെടുക്കുകയാണ്. ആർഗിപ്പിനെയെ അവർ തടവിലാക്കുകയാണ്. റോമിലല്ല, റോമിൽ നിന്നും അല്പം മാറി മറ്റൊരു പ്രൊവിൻസിലാണ് തടവറയിലാക്കുന്നത്. മൂത്ത മകനെ ആ ഭാഗത്ത് തന്നെ റോമിൽ തന്നെയുള്ള ഒരു തടവറയിലാണ് ആക്കുന്നത്. രണ്ടാമതൊരു മകനുണ്ട്, അതായത് കലിഗുലയുടെ തൊട്ട് മുകളിലുള്ള മകൻ. ആ മകനെ കൊന്നുകളയുകയാണ്. കാരണം അയാൾ കുറച്ചുകൂടെ രോക്ഷത്തോടു കൂടി തന്നെയാണ് രാജാവിനോട് സംസാരിച്ചത്. എൻ്റെ അച്ഛനെ നിങ്ങൾ കൊന്നു കളഞ്ഞതാണ്, ഞങ്ങളെ നിങ്ങൾ കൊല്ലാൻ ശ്രമിക്കുകയാണ്, നിങ്ങൾ ഈ സ്ഥാനത്ത് ഇരിക്കാൻ പോലും യോഗ്യതയുള്ള ഒരു വ്യക്തിയല്ല. ഇത് വലിയ രീതിയിൽ ടൈബീരിയസിനെ പ്രകോപിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ അയാൾ കൊന്നുകളയുകയാണ്. അവശേഷിക്കുന്നത് 3 പേരാണ്, കലിഗുലയും 2 പെൺമക്കളും. പെൺമക്കൾ തനിക്ക് ഒരു എതിരാളികളായി വരികയില്ല എന്ന് ടൈബീരിയസിന് വ്യക്തമായിരുന്നു. കലിഗുലയ്ക്ക് വെറും 7 വയസ്സ് മാത്രമാണ്. അയാളെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ അത് ആളുകൾക്കിടയിൽ തനിക്കെതിരെ ഒരു വലിയ നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാകുന്നതാണ്. അതൊരു റവല്യൂഷനായിട്ട് മാറാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ഇവർ 3 പേരെയും ശിക്ഷിക്കുന്നില്ല. പകരം 3 പേരെയും അവരുടെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ഗ്രാമത്തിലേക്ക് അയക്കുകയാണ്. അവരെ ഒറ്റയ്ക്കല്ല അയക്കുന്നത്, നല്ലൊരു സൈനികരെ തന്നെ അവിടേക്ക് വിന്യസിപ്പിക്കുന്നുണ്ട്. എല്ലായ്പ്പോഴും അവരുടെ വീടിന് ചുറ്റുമായിട്ട് ഈ സൈനികർ നിലയുറപ്പിച്ച് നിൽക്കുന്നതാണ്. ഈ മുത്തശ്ശനും മുത്തശ്ശി എന്ന് പറയുന്നത് ടൈബീരിയസിൻ്റെ ബന്ധുക്കൾ തന്നെയാണ്. കാരണം ടൈബീരിയസിൻ്റെ അനന്തരവനാണ് മരിച്ചുപോയ ജെർമേനിക്കാസ്. വളരെ വേണ്ടപ്പെട്ട, വളരെ അടുത്ത ഒരു ബന്ധു തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒരു തടവറയിൽ എന്ന പോലെ തന്നെയാണ് ആ 3 കൊച്ചു കുട്ടികളും താമസിക്കുന്നത്. കലിഗുലയ്ക്ക് വലിയ രീതിയിലുള്ള ഭയമാണ് വെറും 7 വയസ്സുള്ളപ്പോൾ തന്നെ. കാരണം താൻ വളരുന്നു, താൻ ശക്തനാകുന്നു എന്നുള്ളൊരു ധാരണ ഈ പട്ടാളക്കാർക്ക് ലഭിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ തന്നെ പിടിച്ചു കെട്ടി കൊട്ടാരത്തിൽ കൊണ്ടുപോയി കൊല്ലാനുള്ള സാധ്യതയുണ്ട്. കാരണം ടൈബീരിയസ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കലിഗുല ഏതെങ്കിലും രീതിയിൽ ആക്രമിക്കൂ എന്ന്. കാരണം കലിഗുലയുടെ അച്ഛനെ കൊന്നുകളഞ്ഞു, അമ്മയെ നാടുകടത്തി, സഹോദരനെ കൊന്നു, മറ്റൊരു സഹോദരനെ തടവിലാക്കിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും കലിഗുലയ്ക്ക് ഒരു വൈരാഗ്യം ഉണ്ടാകുന്നതാണ്. സ്വാഭാവികമായിട്ടും വളർത്തിക്കൊണ്ട് വരികയാണ് കൊല്ലാനായിട്ട്. ഒരു പ്രായം കഴിയുമ്പം കലിഗുലയെ കൊല്ലണം. ഇതാണ് ടൈബീരിയസിൻ്റെ ധാരണ. ഇത് കലിഗുലയ്ക്കും വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാവുന്നതാണ്. 7 വയസ്സ് മാത്രമേ ഉള്ളെങ്കിൽ പോലും ജെർമേനിക്കാസിൽ നിന്നും ഒരുപാട് പരിശീലനങ്ങൾ ഇപ്പോൾ തന്നെ ആ കുട്ടിക്ക് ലഭ്യമായിട്ടുണ്ട്. യുദ്ധക്കളത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുണ്ട്, ആയോധന കലകളിലൊക്കെ പ്രാവീണ്യം നേടിയിട്ടുമുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ ഭയത്തോടു കൂടി തന്നെയാണ് കലിഗുല അവിടെ കാലം കഴിച്ചു കൂട്ടിയത്. ഒരു 10 സെക്കൻഡ്. ഇത്തരത്തിലുള്ള കഥകൾ കേൾക്കാൻ താല്പര്യമുള്ളവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന കുക്കു FM-ൻ്റെ ലിങ്ക് പരിശോധിക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. BRE50 എന്ന എൻ്റെ കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ 50% ഡിസ്കൗണ്ട് ലഭ്യമാകുന്നതാണ്. പക്ഷേ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തതുപോലെ തന്നെ നടക്കുകയില്ലല്ലോ. ടൈബീരിയസിൻ്റെ കാര്യത്തിലും ആ പ്ലാനിങ്ങിൽ ചില പാളിച്ചകളൊക്കെ സംഭവിക്കുന്നുണ്ട്. അയാൾ എന്തിനാണ് ഈ ക്രൂരകൃത്യങ്ങളൊക്കെ തന്നെ ചെയ്തത്? തൻ്റെ വേണ്ടപ്പെട്ടവരെയാണ് താൻ കൊന്നുകളഞ്ഞത്. അതിന് പിന്നിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, ജെർമേനിക്കാസ് അടുത്ത രാജാവാകാൻ പാടില്ല. തൻ്റെ മകനായിട്ടുള്ള ഡ്രാസ്യൂസ് ദ യങ്ങർ വേണം അടുത്ത രാജാവാകാൻ. പക്ഷേ 23 AD പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ കുഴഞ്ഞു വീണ് ഡ്രാസ്യൂസ് ദ യങ്ങറും മരണമടയുകയാണ്. അത് ടൈബീരിയസിന് ഒട്ടും സഹിക്കാൻ സാധിക്കുമായിരുന്നില്ല. ഇനി അടുത്തത് ആരാണ്? അടുത്ത രാജാവ് ആരാണ്? വലിയൊരു ചോദ്യം ചിഹ്നം തന്നെയാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ വളരെ പ്രിയപ്പെട്ട മകനായിരുന്നു ഡ്രാസ്യൂസ്. ഡ്രാസ്യൂസിനെ ആരാണ് കൊന്നത്? കൊല്ലാൻ അത്രമാത്രം ശക്തിയുള്ള ആരാണ് ഇവിടെ ഉള്ളത്? കലിഗുല മറ്റൊരു സ്ഥലത്താണ്, കൃത്യമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കൊച്ചു കുട്ടിയാണ്, 10-35 വയസ്സുണ്ട് ഈ ഡ്രാസ്യൂസിന്. അത്തരത്തിലുള്ള ചോദ്യങ്ങളുമായിട്ടൊക്കെ അയാളിങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്. ദിവസങ്ങൾ കടന്നുപോയി. അപ്പോഴാണ് ആറ്റോറിയൻ ഗാർഡിൻ്റെ തലവനായിട്ടുള്ള സെജാനസ് അയാളുടെ അരികിലേക്ക് വരുന്നത്. താങ്കൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അടുത്ത രാജാവ് ആരായിരിക്കുമെന്നായിരിക്കും താങ്കൾ ചിന്തിക്കുക. ഭയപ്പെടേണ്ട കാര്യമില്ല,
താങ്കളുടെ കാലം കഴിഞ്ഞാലും ഞാൻ ഈ നാടിനെ സംരക്ഷിച്ചു കൊള്ളാം. ടൈബീരിയസിന് പെട്ടെന്നൊരു ഉത്തരം കിട്ടി. അങ്ങനെ കൊല്ലാൻ സാധിക്കുന്ന അല്ലെങ്കിൽ കൊന്നതുകൊണ്ട് ലാഭമുണ്ടാകാൻ പോകുന്ന ഒരൊറ്റ വ്യക്തി മാത്രമേ ഉള്ളൂ. അത് പ്രൊട്ടേറിയൻ ഗാർഡിൻ്റെ തലവനായിട്ടുള്ള സജാനസാണ്. സജാനസിന് ഒരുപാട് അധികാരങ്ങളുണ്ട്. കാരണം സെനറ്റിൻ്റെ കീഴിലല്ല പ്രൊട്ടേറിയൻ ഗാർഡ് വരുന്നത്. പ്രൊട്ടേറിയൻ ഗാർഡിനെ പൂർണ്ണമായിട്ടും നിയന്ത്രിക്കുന്നത് രാജാവായ ചക്രവർത്തിയായിട്ടുള്ള ടൈബീരിയസ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അടുത്ത രാജാവ് എന്ന ഒരു ചോദ്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ രാജാവ് ഈ പ്രൊട്ടേറിയൻ ഗാർഡിൻ്റെ തലവനായിട്ടുള്ള സജാനസ് ആയിരിക്കും. സജാനസിൻ്റെ ഈ സംസാരങ്ങൾ വലിയ രീതിയിലുള്ളൊരു സംശയം ടൈബീരിയസിൽ ജനിപ്പിക്കുന്നുണ്ട്. സംശയം തന്നെയല്ല, അയാൾ ഉറപ്പിച്ചു ഇതിൻ്റെ പിന്നിൽ സജാനസ് തന്നെയാണ്. ഉടനെ സജാനസിനെ കൊല്ലാനൊന്നും അയാൾ മുതിരുന്നില്ല. അയാൾക്ക് ഭയമായിരുന്നു. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ടൈബീരിയസ് അത്ര ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളൊന്നുമല്ല. അയാൾക്ക് അത്ര ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കുന്നതല്ല. എങ്കിൽ പോലും അയാൾ ജർമേനിക്കാസിനെ ബുദ്ധിപരമായിട്ട് വകവരുത്തിയിട്ടുമുണ്ട്. പക്ഷേ അതിൻ്റെ പിന്നിൽ പിസോയുടെ ഒരു ബുദ്ധിശക്തി ഉണ്ടായിരുന്നു. ഇവിടെ പിസോയുമില്ല. അയാൾ പൂർണ്ണമായിട്ടും ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ്. നല്ല ഭയമുണ്ട്. കാരണം ഇനിയിപ്പോൾ പ്രൊട്ടേറിയൻ ഗാർഡിനോട് പറയുകയാണ്, പ്രൊട്ടേറിയൻ ഗാർഡിൻ്റെ തലവനായിട്ടുള്ള സജാനസിനെ അറസ്റ്റ് ചെയ്യൂ, അയാളാണ് എൻ്റെ മകനെ കൊന്നതെന്നൊക്കെ പറഞ്ഞു എന്ന് കരുതുക. സജാനസിൻ്റെ ഗാർഡ് അല്ലെങ്കിൽ അയാളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പട്ടാളക്കാരാണ് ഈ പ്രൊട്ടേറിയനിലുള്ളത്. അപ്പോൾ അവരെല്ലാവരും കൂടെ ഈ സജാനസിൻ്റെ കൂടെ നിന്നാലോ? അങ്ങനെയാണെങ്കിൽ അവർ അനായാസമായിട്ട് ടൈബീരിയസിനെ കൊല്ലുന്നതാണ്. ഈ ഒരു ഭയം ടൈബീരിയസിനുണ്ട്. പൊതുവെ ഒരു ഭീരു തന്നെയാണ്. അതുകൊണ്ട് തന്നെ അയാൾ അവിടെ നിൽക്കുന്നില്ല, നാട് വിടുകയാണ്. അധികം ദൂരത്തേക്കൊന്നും പോകുന്നില്ല. ക്യാപ്രി എന്ന് പറയുന്ന ഒരു ഐലൻഡിലേക്ക്, റോമിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഐലൻഡിലേക്കാണ് താമസം മാറ്റുന്നത്. റോമൻ സാമ്രാജ്യത്തിൻ്റെ ഉള്ളിൽ തന്നെ വരുന്നതാണ്. ഏതാണ്ട് ഒരു 100 കിലോമീറ്റർ മാത്രമാണ് റോമിൽ നിന്നും ഈ ഒരു ക്യാപ്രി എന്ന് പറയുന്ന ദ്വീപിലേക്ക് ഉള്ള ദൂരം. അയാൾ അവിടേക്ക് താമസം മാറ്റുകയാണ്. അവിടെ ഒരു വലിയ കൊട്ടാരം തന്നെ പണി കഴിപ്പിക്കുന്നുണ്ട്. മനോഹരമായിട്ടുള്ളൊരു കൊട്ടാരം. ഇനിയുള്ള കാലങ്ങളിൽ അയാൾ അവിടെയാണ് കഴിച്ചു കൂട്ടാൻ പോകുന്നത്. അയാൾ തന്നെയാണ് ചക്രവർത്തി. രാജ്യഭരണങ്ങളൊക്കെ അയാൾ ഇവിടെ നിന്ന് നടപ്പിലാക്കും. അങ്ങനെ നടപ്പിലാക്കുന്നു എന്ന് പറയാനൊന്നുമില്ല. കാരണം അയാൾക്ക് രാജ്യഭരണങ്ങളിലൊന്നും താല്പര്യമില്ല. അയാൾക്ക് അയാളുടെ സുഖങ്ങളിൽ മാത്രമേ താല്പര്യമുള്ളൂ. ജനങ്ങൾ എങ്ങനെ കഴിഞ്ഞാലും കുഴപ്പമില്ല. സെനറ്റിൽ അയാൾ അങ്ങനെ പോകാറൊന്നുമില്ല. സെനറ്റിൽ പോകാത്ത ഒരാൾക്ക് ഇനി അങ്ങോട്ട് റോമിലേക്ക് മടങ്ങി പോകേണ്ട ആവശ്യമൊന്നുമില്ല. സെനറ്റിൽ ചർച്ചകളൊക്കെ നടത്തും. എന്നിട്ട് അതിൻ്റെ ഒരു പ്രതിനിധി ഈ കൊട്ടാരത്തിൽ വന്ന് ആ ചർച്ചകളുടെയൊക്കെ രൂപം ഇങ്ങനെയാണെന്ന് അറിയിക്കും. അയാൾ വേണമെങ്കിൽ, ടൈബീരിയസ് വേണമെങ്കിൽ അത് അംഗീകരിക്കും, അല്ലെങ്കിൽ അത് തള്ളിക്കളയും. അങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആളുകൾക്ക് വലിയ രീതിയിലുള്ളൊരു അതൃപ്തി ഈ ടൈബീരിയസിന് നേർക്കുണ്ട്. ടൈബീരിയസ് നമ്മളോട് ഒട്ടും താല്പര്യമില്ലാത്ത രാജാവാണെന്ന് അവർക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. ഇപ്പോൾ അത് കുറേ കൂടി ഉറപ്പിക്കുകയാണ് ചെയ്തത്. ആ കൊട്ടാരം അത് അതിമനോഹരമായിട്ടുള്ളൊരു കൊട്ടാരമായിരുന്നു. ടൈബീരിയസിന് നല്ല പ്രായമുണ്ട്. അയാൾ രാജാധികാരത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ തന്നെ അയാൾക്ക് 55 വയസ്സ് പ്രായമുണ്ടായിരുന്നു. ഈ ഒരു കാലഘട്ടമാകുമ്പോഴേക്കും അയാൾ ഒരു പടുവൃദ്ധനായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. പക്ഷേ അയാൾ ഒരു കാമഭ്രാന്തനായിരുന്നു. ആ ഒരു കൊട്ടാരത്തെ ഒരു വേശ്യാലയമാക്കി തന്നെ അയാൾ മാറ്റുകയാണ്. ലൈംഗിക ശേഷി അയാൾ ആ കാലഘട്ടങ്ങളിലൊന്നും പൂർണ്ണമായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ലിവി എന്ന ചരിത്രകാരൻ എഴുതി വച്ചിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അയാൾ ഈ ലൈംഗിക ബന്ധങ്ങൾ കണ്ടാസ്വദിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതായത് അയാൾ എവിടെ നിന്നാലും അയാളുടെ മുൻപിൽ ഉള്ള ആളുകൾ, അവിടെ വേശ്യകൾ ഒരുപാടുണ്ട്, അതുപോലെ ആണുങ്ങളുമൊക്കെ ഉണ്ട്, അവർ വിവസ്ത്രരാവുക. അയാൾ ആജ്ഞാപിക്കും വിവസ്ത്രരായിട്ട് പരസ്പരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക. അത് ഒരു പ്രത്യേക അറയിലോ മുറിയിലോ ഒന്നുമല്ല. അയാൾ എവിടെ നിൽക്കുന്നു, അയാൾക്ക് അങ്ങനെ അത് കാണണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അയാൾ ഉടനെ പറയും. അപ്പോൾ നമ്മൾ വീട്ടിൽ നമുക്കിഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള TV പ്രോഗ്രാമുകൾ കാണുമല്ലോ. ആ കാലഘട്ടത്തിൽ TV ഒന്നുമില്ല. അപ്പോൾ അയാളുടെ ഒരു വിനോദമാർഗമായിരുന്നു ഇത്. മുമ്പിലുള്ള ആളുകളോട് വിവസ്ത്രരാകുക, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന് പറയുകയാണ്. രാജാവാണ്, ചക്രവർത്തിയാണ്. ഇത് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തലയുണ്ടാവുകയില്ല. അതുകൊണ്ട് ഭയന്ന് എല്ലാവരും ഇതിൽ ഏർപ്പെടുകയാണ്. അങ്ങനെ ആ ഒരു കൊട്ടാരം മദ്യവും വേശ്യകളും കൊണ്ട് നിറഞ്ഞിട്ടുള്ള ഒരു ചൂതാട്ട നഗരം പോലെ, അല്ലെങ്കിൽ ഒരു കാസിനോ പോലെയൊക്കെയാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടാവുക. റോം പോലുള്ള ഒരു വലിയ രാജ്യത്തിൻ്റെ രാജ്യഭരണം നടത്തുന്ന കൊട്ടാരമാണെന്ന് ഓർക്കണം. അവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഈ വാർത്ത ശരിക്കും റോം മുഴുവനും വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. ആളുകളൊക്കെ അയാളെ വെറുത്തിരിക്കുകയാണ്. കയ്യിൽ കിട്ടിയാൽ അപ്പം തല്ലിക്കൊല്ലണമെന്നുള്ളൊരു ധാരണയാണ് ആളുകൾക്ക്. കാരണം ആളുകൾക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. അവർക്ക് ജോലി കിട്ടുന്നില്ല, അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം ലഭ്യമാകുന്നില്ല, വലിയ രീതിയിലുള്ള ടാക്സ് അടയ്ക്കേണ്ടി വരുന്നുണ്ട്. ഈ വലിയ കൊട്ടാരം പണിയാനും അവിടെ ഇങ്ങനെ വേശ്യകളെ കൊണ്ട് നിർത്താനുമായിട്ടുള്ള ചിലവുകളൊക്കെ എങ്ങനെയാണ് ലഭ്യമാവുക? തീർച്ചയായിട്ടും ഈ പാവപ്പെട്ട റോമ സാമ്രാജ്യത്തിൽ താമസിക്കുന്ന സാധാരണക്കാരിൽ നിന്നും ഈടാക്കുന്ന ടാക്സുകൾ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ സുഖകരമായിട്ട് കാര്യങ്ങൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇയാൾക്ക് പ്രായമാകുന്നുണ്ടല്ലോ.
അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത രാജാവ് ആരാണെന്ന് പ്രഖ്യാപിക്കേണ്ടതായിട്ടുണ്ട്, വിൽപത്രത്തിൽ എഴുതേണ്ടതായിട്ടുണ്ട്. അത് ഇതുവരെ എഴുതിയിട്ടില്ല. അപ്പോൾ സെനറ്റിൽ നിന്നാണ് അങ്ങനെ ഒരു ആവശ്യം വരുന്നത്. എത്രയും പെട്ടെന്ന് അത് വിൽപത്രത്തിൽ എഴുതണം. അപ്പോൾ അയാൾ പറഞ്ഞത്, എനിക്കത്ര പ്രായമൊന്നും ആയില്ലല്ലോ, ഞാൻ ഇനിയും കുറേ കാലം ഇവിടെ ഭരിക്കും, അതുകൊണ്ട് ഇപ്പോൾ പെട്ടെന്ന് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഡ്രാസ്യൂസ് മരിച്ച കാര്യം പറഞ്ഞു. പക്ഷേ ഡ്രാസ്യൂസിന് ഒരു മകനുണ്ട്, പക്ഷേ ഒരു കൊച്ചുകുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിയുടെ പേരൊന്നും ഇപ്പോൾ എഴുതി വെക്കാൻ പറ്റത്തില്ല. ഇനിയിപ്പം പെട്ടെന്ന് മരിച്ചു പോയി കഴിഞ്ഞാൽ ഒരു കൊച്ചുകുട്ടി എങ്ങനെയാണ് രാജ്യം ഭരിക്കുക? അപ്പോൾ അങ്ങനെ എഴുതി വെക്കാനും സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അത് വേണ്ട എന്നാണ് ടൈബീരിയസ് പറയുന്നത്. പക്ഷേ സെനറ്റ് നിരന്തരമായിട്ട് അയാളെ ഫോഴ്സ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. സെനറ്റ് പറയുന്ന ഈ ആവശ്യം നടപ്പിലാക്കിയില്ലെങ്കിൽ ഒരുപക്ഷെ സെനറ്റ് തന്നെ ആ പദവിയിൽ നിന്ന് ഒഴിവാക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല. അയാളൊരു തീരുമാനം എടുക്കുന്നുണ്ട്. തൻ്റെ കൊച്ചുമകനുണ്ട്, കൊച്ചുകുട്ടിയാണ്. ആ കൊച്ചുകുട്ടിയുടെ പേര് എഴുതാൻ പറ്റുകയില്ല. പിന്നെ ആരുടെ പേരാണ് എഴുതാൻ സാധിക്കുന്നത്? പിന്നെ എഴുതാൻ സാധിക്കുന്ന രക്തബന്ധമുള്ള ഒരൊറ്റയാൾ മാത്രമേ ഉള്ളൂ, അത് കലിഗുലയാണ്. പക്ഷേ കലിഗുലയുടെ അവസ്ഥ എന്താണ്? കലിഗുലയുടെ അച്ഛനെ കൊന്നുകളഞ്ഞു, അമ്മയെ നാടുകടത്തി, മൂത്ത സഹോദരൻ എവിടെയാണെന്ന് പോലും അറിയില്ല, ഇളയ സഹോദരൻ മരിച്ചുപോയി, അയാളെ കൊന്നുകളഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള കലിഗുലയ്ക്ക് തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ളൊരു വൈരാഗ്യം ടൈബീരിയസിനോട് തോന്നുന്നതാണ്. ഈ കലിഗുല എങ്ങനെയാണ് ടൈബീരിയസ് അടുത്ത രാജാവായിട്ട് പ്രഖ്യാപിക്കുക? അങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ കലിഗുലയുടെ കൈകൊണ്ട് സ്വയം മരിക്കേണ്ടി വരുന്നതുമാണ്. പക്ഷേ ടൈബീരിയസ് അത്ര ബുദ്ധിമാനൊന്നും അല്ലെങ്കിൽ പോലും ചില കുശാഗ്ര ബുദ്ധിയിൽ അയാൾ അല്പം കേമനാണെന്നൊക്കെ പറയേണ്ടി വരും. അയാളുടെ മനസ്സിൽ ഒരു തന്ത്രം ഉണ്ടായി. അയാൾ എത്രയും പെട്ടെന്ന് കലിഗുലയെ എൻ്റെ ഈ ഐലൻഡിലേക്ക് കൊണ്ടുവരാനായിട്ട് ആജ്ഞാപിക്കുകയാണ്. ഈ വാർത്ത സൈനികർ കലിഗുലയെ അറിയിക്കുന്നു. കലിഗുല ഞെട്ടിപ്പോവുകയാണ്. അയാൾക്ക് അപ്പോഴത്തേക്കും 23 വയസ്സോളം പ്രായമായിട്ടുണ്ട്. ഒരു ചെറുപ്പക്കാരനാണ്. പക്ഷേ ഭയന്നാണ് അയാൾ ഓരോ ദിവസവും കഴിച്ചു കൂട്ടുന്നത്. ഏത് നിമിഷവും എന്നെ കൊല്ലാൻ ഇവിടെ എത്തും. അപ്പോഴാണ് പറയുന്നത്, ഇനിയും കൊട്ടാരത്തിൽ പോയി താമസിക്കാം. അതെന്തിനാണ് കൊട്ടാരത്തിൽ പോയി താമസിക്കുന്നത്? അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ചതിയുണ്ടോ? എന്താണ് ഇവിടെ ശരിക്കും സംഭവിക്കുന്നത്? ഡ്രാസ്യൂസ് മരിച്ചുപോയ കാര്യം കലിഗുല അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്നെ അടുത്ത രാജാവാക്കാനാണോ പദ്ധതി? രക്തബന്ധം വെച്ച് നോക്കുകയാണെങ്കിൽ എന്നെ ആക്കാനാണ് സാധ്യത. ഇങ്ങനെ കൃത്യമായിട്ടൊരു ഉത്തരവുമില്ലാതെ വലിയ അങ്കലാപ്പോടുകൂടി തന്നെ കലിഗുല കപ്പൽ കയറുകയാണ് ക്യാപ്രിയിലേക്ക്. ക്യാപ്രിയിലെ ആ സുഖസൗകര്യങ്ങളൊക്കെ കണ്ട് അക്ഷരാർത്ഥത്തിൽ തന്നെ ആ കുട്ടി അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരൻ ഞെട്ടിപ്പോവുകയാണ്. ചുറ്റിനും വേശ്യകളാണ്. വളരെ മോശമായിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് കലിഗുല വളർന്നു വന്നത്. 7 വയസ്സുവരെ കൊട്ടാര സമാനമായിട്ടുള്ള വീട്ടിലായിരുന്നെങ്കിൽ പോലും കുറച്ച് കാലമായിട്ട്, കുറച്ചധികം വർഷമായിട്ട് വളരെ മോശം സാഹചര്യമാണ്, പട്ടിണിയായിരുന്നു. അവിടെ നിന്നും ഒരു വലിയ കൊട്ടാരം, മുഴുവൻ വേശ്യകൾ. അങ്ങനെ കലിഗുലയ്ക്ക് ശരിക്കും ആ സ്ഥലമൊക്കെ ഇഷ്ടമാകുന്നുണ്ട്. അയാൾ ഒടുവിൽ രാജാവിനെ, ചക്രവർത്തിയെ മുഖം കാണിക്കുകയാണ്. അപ്പോൾ ടൈബീരിയസ് അയാളോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്നോട് വലിയ വൈരാഗ്യമായിരിക്കും, വലിയ ദേഷ്യമായിരിക്കും അല്ലേ? ഒന്നും മറുപടിയൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല കലിഗുല. അതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഒന്നും പറയാൻ സാധിക്കുകയില്ല. ആണെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അടുത്ത നിമിഷം തന്നെ കൊല്ലാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അയാൾ കാര്യമായിട്ടൊന്നും മിണ്ടാതെ നിലത്തേക്ക് നോക്കി ഭയത്തോടു കൂടി തന്നെ നിൽക്കുകയാണ്. ടൈബീരിയസിൻ്റെ മനോഹരമായിട്ടുള്ളൊരു നാടകമാണ് പിന്നെ അവിടെ കാണാൻ സാധിക്കുന്നത്. അയാളങ്ങ് അഭിനയിച്ച് തകർക്കുകയാണ്. നിൻ്റെ അച്ഛൻ ജെർമേനിക്കാസ്, അവൻ എനിക്ക് വെറും ഒരു അനന്തരവൻ മാത്രമായിരുന്നില്ല. ഞാൻ മകൻ്റെ സ്ഥാനത്ത് തന്നെയാണ് അവനെ കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ചക്രവർത്തി സ്ഥാനത്തേക്ക് എത്തിച്ചേർന്നപ്പോൾ എൻ്റെ പിൻഗാമിയായിട്ട് നിൻ്റെ അച്ഛൻ്റെ പേര്, ജെർമേനിക്കാസിൻ്റെ പേര് എഴുതി വെച്ചത്. നീ കരുതുന്നത് പോലെ ജെർമേനിക്കാസിനെ ഞാനല്ല കൊന്നത്. നിൻ്റെ അമ്മ എനിക്ക് നാട് കടത്തേണ്ടി വന്നു, പക്ഷേ അത് രാജ്യ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു. കാരണം അവർ ഈ രാജ്യത്തെ ആക്രമിക്കാനായിട്ട്, ഈ രാജ്യത്തിലെ ഭരണത്തെ അട്ടിമറിക്കാനായിട്ടൊരു ശ്രമം നടത്തി. അതിന് തടയിടുകയാണ് ഞാൻ ചെയ്തത്. എൻ്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിലും ഇത് തന്നെ ചെയ്യുകയുള്ളായിരുന്നു. നിൻ്റെ മൂത്ത ജ്യേഷ്ഠൻ, അവനെയും തടവിലാക്കേണ്ടി വന്നു. രണ്ടാമത്തെ ജ്യേഷ്ഠനെ കൊല്ലേണ്ടി വന്നു. കാരണം അവൻ വലിയൊരു റിബൽ തന്നെ ആയിരുന്നു. ഈ നാട് കുറ്റിച്ചോറാക്കാൻ അവനെപ്പോലൊരു വ്യക്തിക്ക് സാധിക്കുന്നതാണ്. അതിനൊക്കെ ഞാൻ തടയിടുക മാത്രമാണ് ചെയ്തത്. ഒരു രാജാവ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ നിൻ്റെ അച്ഛൻ ജെർമേനിക്കാസിനെ കൊന്നത് ഞാനല്ല. നിൻ്റെ അച്ഛനെയും എൻ്റെ മകൻ ഡ്രാസ്യൂസിനെയും കൊന്നത് ഒരൊറ്റ വ്യക്തിയാണ്. ഇത് പറയുമ്പോൾ തൊട്ടടുത്തുണ്ടായിരുന്ന സെജാനസിന്, അതായത് പ്രൊട്ടേറിയൻ ഗാർഡിൻ്റെ തലവന് വലിയ രീതിയിലുള്ളൊരു പരിഭ്രമം ഉണ്ടാകുന്നുണ്ട്. അയാൾ അല്പം തലയൊന്ന് താഴ്ത്തി. പെട്ടെന്ന് തന്നെ ടൈബീരിയസ് അയാളുടെ നേർക്ക് തിരിഞ്ഞു. ഈ നിൽക്കുന്ന സെജാനസ് പ്രൊട്ടേറിയൻ ഗാർഡിൻ്റെ തലവനാണ് നിൻ്റെ അച്ഛനെയും എൻ്റെ മകനെയും കൊന്നത്, അയാൾക്ക് രാജാവാകാനായിട്ട്. പക്ഷേ അത് ഞാൻ ഒരിക്കലും അനുവദിക്കുകയില്ല. കാരണം എൻ്റെ പ്രിയപ്പെട്ടവരെയാണ് ഇവൻ കൊന്നിരിക്കുന്നത്.
അടുത്തുള്ള പ്രൊട്ടേറിയൻ ഗാർഡിനെ കൊണ്ട് തന്നെ ആ പ്രൊട്ടേറിയൻ ഗാർഡിൻ്റെ തലവനെ അയാൾ കൊല്ലിക്കുന്നുണ്ട്, കലിഗുലയുടെ മുൻപിൽ വെച്ച് തന്നെ. ഒരു വെടിക്ക് 2 പക്ഷി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ഇവിടെ സംഭവിച്ചതും അത്തരത്തിലുള്ള ഒരു വെടി തന്നെയാണ്. ഇവിടെ സെജാനസ് എന്ന് പറയുന്ന ഒരു വലിയ എതിരാളിയെ ഇല്ലാതെയാക്കാൻ സാധ്യമായിട്ടുണ്ട്. കാരണം ഗെർമേനിക്കാസിൻ്റെ പേര് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സൈനികരുടെ പിന്തുണ ലഭ്യമാകുന്നതാണ്. കാരണം സൈനികർക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ജെർമേനിക്കാസ്. ജെർമേനിക്കാസിനെ കൊന്നത് ഈ പ്രൊട്ടേറിയൻ ആർമിയുടെ തലവനാണെന്ന് പറഞ്ഞാൽ ആ പ്രൊട്ടേറിയൻ ആർമി തന്നെ അയാളെ വകവരുത്തുന്നതാണ്. ഇവിടെ സംഭവിച്ചതും അതുതന്നെയാണ്. ഇതെല്ലാം നടന്നിരിക്കുന്നത് ആരുടെ മുൻപിലാണ്? കലിഗുലയുടെ മുൻപിലാണ്. കലിഗുലയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ അച്ഛൻ്റെ ഘാതകൻ, തൻ്റെ പ്രധാനപ്പെട്ട വില്ലൻ ടൈബീരിയസ് ആണ്. പക്ഷേ ടൈബീരിയസ് തന്നെ തൻ്റെ മുൻപിൽ വെച്ച് താനല്ല കൊന്നത് ഈ വ്യക്തിയാണെന്ന് പറഞ്ഞ് അയാളെ കൊന്നിരിക്കുകയാണ്. ഈ ഒരു വിശ്വാസ്യത കലിഗുലയുടെ ഭാഗത്തു നിന്ന് നേടിയെടുക്കാൻ അയാൾക്ക് സാധിക്കുമെന്നാണ് അയാൾ പ്രതീക്ഷിച്ചത്. അതിൽ അയാൾ പൂർണ്ണമായിട്ട് വിജയിച്ചു എന്ന് പറയാൻ സാധിക്കുകയില്ല. കാരണം കലിഗുലയ്ക്ക് സംശയങ്ങളാണ്. ഇയാൾ തന്നെയാണോ എൻ്റെ അച്ഛനെ കൊന്നത്, അതോ ഇയാൾ പറഞ്ഞ സെജാനസ് ആണോ? പക്ഷേ ആ സംശയങ്ങളൊന്നും അയാൾ അവിടെ പ്രകടിപ്പിക്കുന്നില്ല. കലിഗുലയുടെ അടുത്തേക്ക് ആ ഒരു കൃത്യം ചെയ്തതിന് ശേഷം ടൈബീരിയസ് എത്തിച്ചേരുന്നുണ്ട്. നിന്നെ ഞാൻ ഈ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഈ കൊട്ടാരത്തിൽ നിനക്കും അവകാശമുള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം ഒരുപക്ഷെ ഈ രാജ്യം ഭരിക്കേണ്ടത് നീ ആയിരിക്കും. നിൻ്റെ അച്ഛൻ ഭരിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം, പക്ഷേ അത് നടന്നില്ല. ഒരുപക്ഷെ നിനക്കായിരിക്കും ആ ഭാഗ്യം ലഭ്യമാവുക. ഈ കൊട്ടാരത്തിൽ തന്നെ വസിക്കുക. ഇത് നിൻ്റെ കൊട്ടാരമാണ്, നിൻ്റെ വീട് തന്നെയാണ്, ഇവിടെ നീ കഴിഞ്ഞുകൂടുക. കലിഗുലയ്ക്ക് അതൊന്നും വിശ്വസിക്കാൻ പോലും സാധ്യമായിരുന്നില്ല. കാരണം അയാളുടെ മുൻപിൽ ടൈബീരിയസിൻ്റെ രൂപം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഒരു ക്രൂരനായിട്ടുള്ള വ്യക്തിയായിട്ടാണ് കലിഗുല കരുതി പോന്നിരുന്നത്. പിന്നീട് അങ്ങോട്ടുള്ള കാലം കലിഗുലയും ടൈബീരിയസും ഒരേ കൊട്ടാരത്തിൽ തന്നെയാണ് കഴിഞ്ഞുകൂടുന്നത്. 2 പേർക്കും സംശയമുണ്ട്. ഭയത്തോടു കൂടി തന്നെയാണ് ടൈബീരിയസ് കലിഗുലയെ നോക്കി കാണുന്നത്. കലിഗുലയും ടൈബീരിയസിനെ ഭയത്തോടു കൂടി തന്നെയാണ് നോക്കി കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ കലിഗുലയെ ഒരു തടവിലാക്കി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. കലിഗുല എപ്പോഴും തൻ്റെ അരികിൽ തന്നെ ഉണ്ടാകും. തൻ്റെ സൈനികർ, തൻ്റെ വിശ്വസ്തരായിട്ടുള്ള ആളുകൾ ഒക്കെ തന്നെയും ഈ കലിഗുലയെ നിരീക്ഷിക്കുന്നുമുണ്ട്. ഒരുപാട് വേശ്യകളുള്ള കാര്യം പറഞ്ഞല്ലോ. വേശ്യകൾക്ക് ആ കൊട്ടാരത്തിൽ പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. അർദ്ധനഗ്നരായിട്ട് അവരിങ്ങനെ കറങ്ങി നടക്കും. അവരെല്ലാവരും തന്നെ ടൈബീരിയസിൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാരുമാണ്. ഇത്തരത്തിലുള്ള വേശ്യകൾക്കും പ്രത്യേകമായിട്ട് അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ മുൻപിൽ വെച്ച് എന്തും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം നിങ്ങളെ ഒരു എതിരാളികളായിട്ട് ആരും കാണുകയില്ല. എന്തെങ്കിലും ഒരു വാർത്ത കേൾക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അറിയുകയാണെങ്കിൽ ഉടനെ എന്നെ അറിയിക്കുക. നിങ്ങൾക്ക് തക്കതായിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഞാൻ നൽകുന്നതാണ്. എല്ലാ വേശ്യകൾക്കും ഇത്തരത്തിലുള്ള നിർദ്ദേശം കൊടുക്കുന്നുണ്ട്, രഹസ്യമായിട്ട് തന്നെ. ഇപ്പോൾ മരണമടഞ്ഞിരിക്കുന്നത് പ്രൊട്ടേറിയൻ ആർമിയുടെ തലവനാണ്. പ്രൊട്ടേറിയൻ ആർമിയുടെ തലവൻ എന്ന് പറഞ്ഞാൽ റോമിൽ ഒരു ശക്തനായിട്ടുള്ളൊരു വ്യക്തിയാണ്. ആ സ്ഥാനം അങ്ങനെ ഒഴിച്ചിടാനൊന്നും സാധിക്കുകയില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ പുതിയൊരു പ്രൊട്ടേറിയൻ ആർമിയുടെ തലവനെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ടൈബീരിയസിന് ഏറ്റവും വിശ്വസ്തനായിട്ടുള്ളൊരു വ്യക്തിയെ തന്നെ കൊണ്ടുവരണം. അയാൾ അതിനുവേണ്ടി തിരഞ്ഞെടുത്തത് മാക്രോയെയാണ്. മാക്രോ ഈ ടൈബീരിയസിൻ്റെ വിശ്വസ്തനെന്ന് മാത്രമല്ല, റോമൻ സാമ്രാജ്യത്തിൻ്റെ തന്നെ വിശ്വസ്തനെന്ന് പറയാം. നല്ലൊരു മനുഷ്യനാണ്, നല്ല ആരോഗ്യമുള്ള, നല്ല നേതൃപാഠവുമുള്ള, ആർക്കും വിശ്വസിക്കാൻ, കണ്ണടച്ച് വിശ്വസിക്കാൻ സാധിക്കുന്ന സത്യസന്ധനായിട്ടുള്ളൊരു മനുഷ്യനാണ് മാക്രോ. അത് ചക്രവർത്തി ആരാണെങ്കിൽ പോലും അയാൾ പൂർണ്ണമായിട്ടും ആ ചക്രവർത്തിക്ക് വിധേയനായിട്ട് പ്രവർത്തിക്കുന്നതാണ്. കലിഗുലയെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നെങ്കിലും വിൽപത്രത്തിൽ അപ്പോഴും കലിഗുലയുടെ പേരെഴുതാനൊന്നും ടൈബീരിയസ് മുതിരുന്നില്ല. സെനറ്റിൽ നിന്ന് നിരന്തരമായിട്ട് ആളുകൾ ഈ ഒരു കാപ്രി ദ്വീപിൽ എത്തിയിട്ട് അഭ്യർത്ഥനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് വിൽപത്രം എഴുതണം. വലിയ രീതിയിലുള്ള പ്രഷർ കിട്ടുന്നുണ്ട്. പക്ഷേ എങ്ങനെ എഴുതാൻ സാധ്യമാകും? കലിഗുല തൻ്റെ അടുത്ത പിൻഗാമിയാണെന്ന് തനിക്ക് ഉറപ്പിക്കാൻ സാധിക്കുമോ? തൻ്റെ ചോരയിലുള്ള ഗമല്ലസിന് 12 വയസ്സ് മാത്രമേ ഉള്ളൂ. ഡ്രാസ്യൂസിൻ്റെ മകനാണ്. ആ മകനെ എങ്ങനെയാണ് 12ാമത്തെ വയസ്സിൽ അടുത്ത രാജാവാക്കി എഴുതി വയ്ക്കുക? ആകപ്പാടെ ഒരു കൺഫ്യൂഷനിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഒരു വലിയ വാർത്ത ടൈബീരിയസിനെ തേടി കാപ്രി ദ്വീപിൽ എത്തിച്ചേരുന്നത്. ജർമേനിക്കയിൽ വലിയ ഒരു പ്രക്ഷോഭം നടക്കുകയാണ്. അവിടെ നിന്നും നമ്മുടെ രാജ്യത്തേക്ക്, റോമൻ സാമ്രാജ്യത്തിലേക്ക് ആക്രമണങ്ങൾ അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് തടയിട്ടേ മതിയാവുകയുള്ളൂ, അല്ലെങ്കിൽ അവർ റോമൻ സാമ്രാജ്യത്തിലേക്ക് അതിക്രമിച്ച് കിടക്കുന്നതാണ്. എന്താണ് ചെയ്യേണ്ടത്? സെനറ്റിൽ നിന്നും ഒരു സന്ദേശകൻ എത്തിച്ചേർന്നു. ടൈബീരിയസിന് വ്യക്തമായിട്ടുള്ളൊരു ധാരണയൊന്നുമില്ല. അയാളും കൺഫ്യൂഷനിലായി. അപ്പോൾ അയാൾ ഒരു പരീക്ഷണം നടത്താനായിട്ട് തന്നെ തീരുമാനിച്ചു. ഗമല്ലസ് ആണോ അതോ കലിഗുലയാണോ? ആരാണ് മിടുക്കൻ?
രണ്ടുപേരെയും വിളിച്ചു വരുത്തിയിട്ട് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചു. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഗമെല്ലസ്, നീ ആദ്യം പറയൂ, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഗമെല്ലസിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കഴിവ് ഇവിടെ തെളിയിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ തനിക്ക് അടുത്ത രാജാവാകാൻ സാധിക്കുകയുള്ളൂ. കലിഗുലയോട് വലിയ രീതിയിലുള്ളൊരു ദേഷ്യം ഗമെല്ലസിനുണ്ട്. തൻ്റെ സ്ഥാനത്തിന് മറ്റൊരു അവകാശി കൂടി വന്നതായിട്ടാണ് ഗമെല്ലസ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അയാൾ വളരെ സ്ട്രോങ് ആയിട്ട്, വളരെ ബുദ്ധിമാനാണെന്ന് സ്വയം ചമഞ്ഞുകൊണ്ട് ഒരു മറുപടി കൊടുത്തു. നമ്മൾ റോമാക്കാരല്ലേ, ആ ഗർമേനിക്ക എന്ന് പറഞ്ഞാൽ പ്രാചീനമായിട്ടുള്ള ട്രൈബൽസാണ്. അവരെ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്തരത്തിലുള്ളൊരു നീക്കം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മുടെ നല്ലൊരു സൈന്യത്തെ അവിടേക്ക് അയക്കുക, ആ ഗർമേനിയ തന്നെ കീഴടക്കി നമ്മുടെ ഭാഗമാക്കി മാറ്റുക. അതിനുശേഷം ടൈബീരിയസ് നോക്കുന്നത് കലിഗുലയാണ്. കലിഗുല അല്പനേരം ഒന്ന് ചിന്തിച്ചു. അതിനുശേഷമാണ് മറുപടി വന്നത്. കലിഗുല, നമുക്കറിയാം, ഈ പറയുന്ന ഗർമേനിയയുടെ അതിർത്തിയിൽ ചെറിയ പ്രായത്തിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. അവിടുത്തെ യുദ്ധം നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയും ജർമേനിക്കാസിൽ നിന്ന് നേരിട്ട് പാഠങ്ങൾ പഠിക്കാനും സാധിച്ചിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പം കുട്ടിയല്ല, ഇപ്പോൾ യുവാവായി മാറിയിട്ടുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയാണ്. അയാൾക്ക് വ്യക്തമായിട്ട് ഈ ഗർമേനിയയുടെ പൾസ് അറിയാമായിരുന്നു. റോമൻ സാമ്രാജ്യത്തിന് ഇപ്പോൾ ഒരു യുദ്ധം നേരിടാനുള്ള ഒരു പ്രാപ്തിയില്ല. കാരണം ഇപ്പോൾ തന്നെ ഒരുപാട് ടാക്സുകൾ പിരിച്ചുകൊണ്ടിരിക്കുകയാണ്. യുദ്ധം വരുമ്പോൾ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരുന്നതാണ്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു കൊതുകിനെ കൊല്ലാനായിട്ട് നമ്മൾ വാളെടുത്ത് വീശേണ്ട ആവശ്യമുണ്ടോ? ഒരു ചെറിയ സൈന്യവ്യൂഹത്തെ, ഒരു കുതിരപ്പടയെ തന്നെ അവിടേക്ക് അയക്കുക. ആക്രമിക്കുകയൊന്നും വേണ്ട, നമ്മുടെ അതിർത്തിയിൽ പോയി അവരൊന്ന് നിന്നാൽ മാത്രം മതി. പല സ്ഥലങ്ങളിലായിട്ട് അവരെ വിന്യസിപ്പിക്കുക, ശക്തരാണെന്ന് തെളിയിക്കുക. അത് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഗർമേനിക്ക ഇങ്ങോട്ട് ആക്രമിച്ച് വരത്തില്ല. കാരണം അവരുടെ പക്കൽ ഇത്രയും വലിയ കുതിരപ്പടയൊന്നുമില്ല. കുതിരപ്പടയുണ്ട്, നമ്മുടെ അത്രയും ശക്തമൊന്നുമല്ല അവരുടെ കുതിരപ്പട. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് തടയിടാൻ സാധിക്കുന്നതാണ്. ടൈബീരിയസിനും അത് ഉചിതമായിട്ടുള്ളൊരു തീരുമാനമാണെന്ന് തോന്നി. അതുകൊണ്ട് തന്നെ അടുത്ത രാജാവ് ആര് എന്നൊരു ചോദ്യം വരികയാണെങ്കിൽ ഇപ്പോൾ അല്പം പ്രയോറിറ്റി അയാൾ കൊടുക്കുന്നത് ഈ കലിഗുലയ്ക്ക് തന്നെയാണ്. കലിഗുലയോട് അയാൾ അത് പറയുകയും ചെയ്തു. അടുത്ത രാജാവായിട്ട് നിൻ്റെ പേര് എഴുതുകയാണെങ്കിൽ നീ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കലിഗുല പറഞ്ഞത്, എനിക്കത് വിശ്വസിക്കാൻ പോലും സാധിക്കുകയില്ല. കാരണം ഗമെല്ലസിൻ്റെ പേരെഴുതുമെന്നാണ് ഞാൻ കരുതിയിരിക്കുന്നത്. എൻ്റെ പേരെഴുതുകയാണെങ്കിൽ സന്തോഷം, പക്ഷേ ഞാൻ ആ സ്ഥാനം ഏറ്റെടുക്കണമെങ്കിൽ ആദ്യം എൻ്റെ അമ്മയെ വെറുതെ വിടണം. അമ്മ എവിടെ ഉണ്ടെന്ന് എനിക്കറിയണം, അമ്മയെ എൻ്റെ അരികിലേക്ക് എത്തിക്കണം. അപ്പോൾ ടൈബീരിയസ് തിരിച്ചുകൊണ്ട് പറയുന്നത്, അമ്മയൊക്കെ നിനക്ക് തരാം, നിന്നെ രാജാവുമാക്കാം, പക്ഷേ നീ വിശ്വസ്തനാണെന്ന് എനിക്ക് ബോധ്യമാകണം, നീ ബോധ്യപ്പെടുത്തണം. ടൈബീരിയസിൻ്റെ കൊട്ടാരത്തിലെ നിലവിലുള്ള അവസ്ഥയെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നല്ലോ. എല്ലായിടത്തും വേശ്യകളാണ്. എപ്പോൾ വസ്ത്രം മാറാൻ പറയുന്നു ആ സമയത്ത് തന്നെ അവർ വിവസ്ത്രരാകണം. ആരുടെ ഒപ്പം ക്ഷയിക്കണമെന്ന് പറഞ്ഞാൽ അവരുടെ ഒപ്പം ക്ഷയിക്കണം. അത് ചിലപ്പം മന്ത്രിയാകാം, സെനറ്റിലെ ഒരു അംഗമാകാം, അതുമല്ലെങ്കിൽ ഒരു ജനറലാകാം, പ്രൊട്ടേറിയൻ ആർമിയിലുള്ള ആരെങ്കിലും ആകാം. തൻ്റെ വേണ്ടപ്പെട്ട, തൻ്റെ അനന്തരവൻ്റെ മകനായിട്ടുള്ള കലിഗുലയും ആകാം. കലിഗുലയോടും ആ നീചനായിട്ടുള്ള, ക്രൂരനായിട്ടുള്ള ചക്രവർത്തി പറയുകയുണ്ടായി, വിവസ്ത്രനായിട്ട് ആ കിടക്കുന്ന വേശ്യകളുടെ ഒപ്പം ക്ഷയിക്കുക, എൻ്റെ മുൻപിൽ നീ നിൻ്റെ ശൗര്യം കാണിക്കുക. അത് കലിഗുലയ്ക്ക് വലിയൊരു ട്രോമ തന്നെയായിരുന്നു. കലിഗുലയുടെ വ്യക്തിത്വത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ പ്രകടമാകുന്നത് ഈ ഒരു സിറ്റുവേഷനിലൂടെ തന്നെയാണ്. തൻ്റെ മുത്തശ്ശന് തുല്യമായിട്ടുള്ളൊരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ മുൻപിൽ അങ്ങനെ പ്രകടിപ്പിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുക, അയാൾക്കത് സഹിക്കാൻ പോലും പറ്റുമായിരുന്നില്ല. പക്ഷേ ചക്രവർത്തിയുടെ ഉത്തരവാണ്, അയാളത് അംഗീകരിക്കുക തന്നെ ചെയ്യുകയുണ്ടായി. ഗമെല്ലസിനെ പോലും, സ്വന്തം കൊച്ചുമകനായ ഗമെല്ലസിനെ പോലും ഇങ്ങനെ ചെയ്യിപ്പിക്കാൻ അയാൾ മുതിരുന്നുണ്ട്. അത്തരത്തിൽ ക്രൂരനായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. കൂടാതെ ഒരുപാട് ശിക്ഷാ നടപടികളൊക്കെ ഈ കൊട്ടാരത്തിൽ നടക്കുന്നുണ്ട്. ആ കൊട്ടാരം ശരിക്കും ഒരു ക്ലിഫിൻ്റെ മുകളിലായിട്ട് തന്നെയാണ്. ആ ഐലൻഡിൽ ഒരു വലിയ ക്ലിഫുണ്ട്, അതിൻ്റെ മുകളിലാണ്. അവിടെ ഒരു പ്രത്യേക കവാടമുണ്ട്. ആ കവാടം തുറന്നു കഴിഞ്ഞാൽ ക്ലിഫിൻ്റെ താഴ്ഭാഗമാണ്. അതായത് അവിടെ നിന്ന് ഒരാൾ വീണ് കഴിഞ്ഞാൽ മരണം ഉറപ്പാണ്. നല്ല ഉയരത്തിൽ നിൽക്കുന്ന ഒരു ക്ലിഫാണ്. അയാൾക്ക് ചില ആളുകളോട് എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചില ശിക്ഷാ നടപടികളൊക്കെ നടപ്പിലാക്കുന്നത് ആ ഒരു സ്ഥലത്ത് വെച്ചാണ്. കവാടം തുറന്ന് ആളുകളെ തള്ളി അവിടേക്ക് ഇടും. ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഒരു കോൺസ്പിറസി നടത്തുന്നുണ്ടെന്ന് എന്തെങ്കിലും ഒരു സൂചന കിട്ടിയാൽ പോലും അയാൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നീചൻ തന്നെയാണ്. അങ്ങനെ ഇരിക്കെ സെനറ്റിൽ വളരെ സീനിയറായിട്ടുള്ള ഒരു വ്യക്തി കലിഗുലയെ വന്ന് കാണുന്നുണ്ട്. അപ്പോഴും അവിടെ വേശ്യകളുണ്ട്, എല്ലായിടത്തും വേശ്യകളുണ്ട്. കലിഗുലയെ വന്ന് കാണുകയാണ്. ആ വ്യക്തി ഗർമേനിക്കാസിൻ്റെ വളരെ വേണ്ടപ്പെട്ട
പിതാവിന് തുല്യനായിട്ടുള്ളൊരു വ്യക്തിയാണ്. ജർമ്മേനിക്കാസ് ഒരുപാട് ആരാധിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അവർ തമ്മിൽ വലിയൊരു സ്നേഹബന്ധം തന്നെ ഉണ്ടായിരുന്നു. സെനറ്റിലെ വളരെ സീനിയറായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അയാൾ വന്ന് കലിഗുലയെ കാണുന്നുണ്ട്. ടൈബീരിയസ് തന്നെയാണ് നിൻ്റെ അച്ഛനെ കൊന്നത്, അയാളെയും കൊല്ലേണ്ടതാണ്, പക്ഷേ നിലവിൽ നമുക്കതിനുള്ള ശക്തിയില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു ശക്തി എനിക്കുണ്ടായിരുന്നെങ്കിൽ, ആരുടെയെങ്കിലും ഒരു പിൻബലം എനിക്കുണ്ടായിരുന്നെങ്കിൽ ആ കാര്യം ഞാൻ നേരത്തെ തന്നെ ചെയ്യുമായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ സെനറ്റ് അംഗം പറയുന്നുണ്ട് കലിഗുലയോട്. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഒരു വേശ്യ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ ഒരു ചാരയായിരുന്നു, ഒരു സ്പൈ ആയിരുന്നു ടൈബീരിയസിൻ്റെ. ഭാഗ്യത്തിന് കലിഗുല ഇതിനൊന്നും മറുപടി പറയുന്നില്ല. ആ വേശ്യ വളരെ വേഗത്തിൽ തന്നെ ഈ വാർത്ത ടൈബീരിയസിൻ്റെ ചെവിയിൽ എത്തിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ സൈന്യത്തെ ഉപയോഗിച്ച് ആ സെനറ്റ് അംഗത്തെ പിടിച്ച് കെട്ടുകയാണ്, അയാളെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുകയാണ്. പക്ഷേ അയാൾ അപ്പോഴൊക്കെ അത് നിഷേധിക്കുകയാണ്. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, എന്തെങ്കിലുമൊക്കെ സമ്മാനം മോഹിച്ചിട്ട് ഈ പ്രോസ്റ്റിറ്റ്യൂട്ട് സ്വയം ഉണ്ടാക്കുന്ന കഥയാണ് ഇതൊക്കെയെന്ന് അയാൾ പറയുന്നുണ്ട്. അപ്പോൾ ടൈബീരിയസ് മാക്രോയെ വിളിച്ചു വരുത്തുകയാണ്. മാക്രോയോട് പറയുന്നു, കലിഗുലയെ എത്രയും പെട്ടെന്ന് ഇവിടെ കൊണ്ടുവരിക. മാക്രോ അല്പം ഭയത്തോടു കൂടി തന്നെയാണ് കലിഗുലയുടെ അടുത്തെത്തുന്നത്. കലിഗുലയോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നു. ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്, അവിടെ ചെന്നിട്ട് ഒരു കാരണവശാലും ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എന്ന് നീ പറയരുത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സെനറ്റ് അംഗത്തോടൊപ്പം തന്നെ നിന്നെയും ആ ക്ലിഫിൽ നിന്ന് താഴേക്ക് അയാൾ തള്ളിയിടുന്നതാണ്. അത്രയ്ക്കും ക്രൂരനായിട്ടുള്ള വ്യക്തിയാണ്. ഇവിടെ നീ സത്യസന്ധനാകുക. നിനക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തി തന്നെയായിരിക്കും അവിടെ നിൽക്കുന്നത്, പക്ഷേ സത്യമായിട്ട് തന്നെ പറയുക. അങ്ങനെയാണെങ്കിൽ ഈ രാജാവിൻ്റെ ടൈബീരിയസിൻ്റെ വിശ്വാസം നേടിയെടുക്കാൻ നിനക്ക് സാധിക്കുന്നതാണ്. അതൊരു സുവർണ അവസരം തന്നെയാണ്. അടുത്ത വിൽപത്രം എഴുതുമ്പോൾ അയാൾ തീർച്ചയായിട്ടും നിൻ്റെ പേര് തന്നെയായിരിക്കും. കാരണം ഇതിലൂടെ നീ തെളിയിക്കുകയാണ് നീ വിശ്വസ്തനാണെന്ന്. ഈ ഒരു ധാരണ വരുത്തിയിട്ടാണ് കലിഗുലയെ അവിടേക്ക് കൊണ്ടുവരുന്നത്. രാജാവ് ടൈബീരിയസ് ചോദിക്കുകയാണ്, ഇയാൾ നിന്നോട് എന്തെങ്കിലും സംസാരിച്ചിരുന്നോ? കലിഗുല സമ്മതിച്ചു, അതെ സംസാരിച്ചു. അയാൾ ഇങ്ങനെയൊക്കെയാണ് എന്നോട് പറഞ്ഞത്. അതിലെനിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല, പക്ഷേ സെനറ്റ് അംഗമായതുകൊണ്ട് കേട്ടിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അയാൾ പറഞ്ഞതിലൊന്നും വിശ്വസിക്കുന്നില്ല. പ്രോസ്റ്റിറ്റ്യൂട്ടും അടുത്ത് തന്നെയുണ്ട്. പ്രോസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞു, അതെ ഞാൻ പറഞ്ഞില്ലേ ഇത് തന്നെയാണ് സംഭവിച്ചത്, അയാൾ പറയുന്നത് കള്ളമാണ്. ആ സെനറ്റ് അംഗത്തെ കൊല്ലുക. അയാൾ വലിയൊരു രാജ്യദ്രോഹ കുറ്റം ചെയ്തിരിക്കുകയാണ്. ടൈബീരിയസ് ഉടനെ ഉത്തരവ് കൊടുക്കുന്നുണ്ട് മാക്രോയോട്, അയാളെ കൊല്ലുക, സെനറ്റ് അംഗത്തെ വെട്ടിക്കൊല്ലുക. സെനറ്റ് അംഗത്തെ മാക്രോ വെട്ടിക്കൊല്ലുന്നുണ്ട്. പക്ഷേ ടൈബീരിയസ് അപ്പോൾ രൂക്ഷമായിട്ട് നോക്കുന്നത് കലിഗുലയുടെ മുഖത്തേക്കാണ്. കലിഗുലയുടെ മുഖത്ത് എന്ത് ഭാവമാണ് വരുന്നത്? അയാൾ കണ്ണടയ്ക്കുന്നുണ്ടോ? അയാളുടെ മുഖത്ത് ഭയമുണ്ടോ? അയാൾ സന്തോഷിക്കുകയാണോ ദുഃഖിക്കുകയാണോ? അത് ടൈബീരിയസിന് അറിയണമായിരുന്നു. കലിഗുലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മരിക്കാൻ പോകുന്നത് തൻ്റെ പിതാവിൻ്റെ പ്രിയപ്പെട്ടവനാണ്. പിതാവിനെ വളരെയധികം സ്നേഹിച്ച ഒരു വ്യക്തിയാണ്. ഞാൻ പറഞ്ഞ ഒരു സത്യം കാരണം അയാൾ മരിക്കാൻ പോവുകയാണ്. ഇവിടെ കലിഗുല ടൈബീരിയസ് ആയിട്ട് മാറുകയാണ്. കാരണം ടൈബീരിയസിന് ഒരു ശക്തിയുണ്ട്. എത്ര ഇമോഷൻ ഉണ്ടെങ്കിലും അയാളത് മുഖത്ത് പ്രകടിപ്പിക്കത്തില്ല. അയാളത് കടിച്ചമർത്തുന്നതാണ്. അത് പല സമയങ്ങളിലും ടൈബീരിയസിനെ സഹായിക്കുന്നുണ്ട്. ഇവിടെ കലിഗുല ഒരു ടൈബീരിയസ് ആയിട്ട് മാറുകയാണ്. അയാൾ മുഖത്തൊരു ഭാവവും പ്രകടിപ്പിക്കുന്നില്ല, പക്ഷേ ഉള്ളിൽ അയാൾ കരയുകയായിരുന്നു. ടൈബീരിയസ് രൂക്ഷമായിട്ട് തന്നെ കലിഗുലയെ നോക്കി. അവിടെ ഒരു കൊലപാതകം നടക്കുകയാണ്. കലിഗുല അത് കാണുന്നുണ്ട്. അയാളുടെ മുഖത്ത് ഒരു ഭാവമാറ്റവുമില്ല. ടൈബീരിയസ് സ്വയം പറഞ്ഞു, അപ്പോൾ ഇവനെ വിശ്വസിക്കാം, ഇവനെ അടുത്ത രാജാവാക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഇതിനുശേഷം മാക്രോയ്ക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു കലിഗുലയോട് പറഞ്ഞു, നീ നിൻ്റെ ഇമോഷനെയൊക്കെ പിടിച്ചു നിർത്തുക. ഇപ്പോൾ നീ എങ്ങനെയാണോ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്തത് അങ്ങനെ കൺട്രോൾ ചെയ്യുക. നിന്നോട് എനിക്കൊരു സത്യം പറയാനുണ്ട്. ഇനി നീ ആ സ്ത്രീയെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നിൻ്റെ അമ്മ മരണമടഞ്ഞിരിക്കുന്നു. നിൻ്റെ അമ്മയെ കൊന്നതാണ് ഈ ദുഷ്ടൻ ടൈബീരിയസ്. കലിഗുലയ്ക്ക് അത് സഹിക്കാൻ സാധിക്കുമായിരുന്നില്ല. പക്ഷേ മാക്രോ പറഞ്ഞതുപോലെ ആ ഇമോഷനെ ഇപ്പോൾ കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം അങ്ങനെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അടുത്ത രാജ്യ പദവി തനിക്ക് കിട്ടുകയില്ല എന്ന് മാത്രമല്ല, തൻ്റെ വേണ്ടപ്പെട്ടവരെ കൊന്നതുപോലെ തന്നെ തന്നെയും കൊല്ലുന്നതാണ്. അതുകൊണ്ട് അയാൾ അത് കടിച്ചമർത്തുകയാണ് ചെയ്യുന്നത്. പിന്നീട് വർഷങ്ങൾ കടന്നുപോയി. 37 AD വർഷം. ടൈബീരിയസിന് വലിയ രീതിയിലുള്ള ഒരു രോഗബാധ സംഭവിച്ച് അയാൾ കിടക്കയിൽ തന്നെയായി. മാക്രോ അപ്പോൾ മനഃപൂർവ്വം കലിഗുലയെ ടൈബീരിയസിൻ്റെ കിടക്കയ്ക്ക് അരികിൽ കൊണ്ടുപോയി ഇരുത്തുന്നുണ്ട്. ഇവിടെ തന്നെ എല്ലായ്പ്പോഴും ഇരിക്കുക. കാരണം ഇത് വളരെയധികം നിർണായകമായിട്ടുള്ളൊരു നിമിഷമാണ്. അയാൾ എപ്പോൾ വേണമെങ്കിലും അയാളുടെ വിൽപത്രം എഴുതാം. അയാളുടെ മുൻപിൽ നീ ഉണ്ടായിരിക്കണം.
ഗമല്ലസ് ഉണ്ടാകാൻ പാടില്ല. കാരണം ഗമല്ലസ് രാജാവായി കഴിഞ്ഞാൽ അവൻ ആദ്യം ചെയ്യാൻ പോകുന്നത് നിന്നെ കൊല്ലുക എന്നതായിരിക്കും. നീ ഇവിടെ തന്നെ ഉണ്ടായിരിക്കണം എന്നുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശം മാക്രോ കൊടുത്ത് അയാളെ അവിടെ പിടിച്ചിരുത്തുകയാണ്. വളരെ ഗുരുതരമായിട്ടുള്ളൊരു അവസ്ഥയിലൂടെ തന്നെയാണ് ടൈബീരിയസ് കടന്നു പോകുന്നത്. മരണം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം, അത് അയാൾക്ക് തന്നെ ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കലിഗുലയെയും ഗമല്ലസിനെയും അയാൾ അരികിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. എന്നിട്ടൊരു വലിയ നിർദ്ദേശമാണ് അവർക്ക് കൊടുക്കുന്നത്. ഞാൻ തയ്യാറായിരിക്കുന്നു മരിക്കാൻ, പക്ഷേ അതിനു മുൻപ് നിർണായകമായിട്ടുള്ള ഒരു കാര്യം എനിക്ക് ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്. റോമൻ സാമ്രാജ്യം ഇനി ആരാണ് ഭരിക്കേണ്ടത്? റോമൻ ചക്രവർത്തി ഇനി ആരായിരിക്കണം? എനിക്ക് പറയാനുള്ളത് 2 പേരുടെ പേരുകളാണ്. റോമൻ സാമ്രാജ്യം ഇനി ഭരിക്കാൻ പോകുന്നത് ഗമല്ലസും കലിഗുലയും ചേർന്ന് ഒരുമിച്ചിട്ടാണ്. നിങ്ങൾ 2 പേരും കൂടി ചേർന്നിട്ടാണ് ആ സിംഹാസനത്തിൽ ഇരിക്കാൻ പോകുന്നത്. വളരെ നിർണായകമായിട്ടുള്ള ഒരു ഉത്തരവാണ്. ഈ ഉത്തരവ് നൽകി അധികം വൈകാതെ തന്നെ ടൈബീരിയസ് മരണമടയുന്നുണ്ട്. റോമിൽ ഇനി എന്താണ് സംഭവിക്കുക? 2 പേർ ഒന്നിച്ച് ഭരിക്കുകയാണെങ്കിൽ അവിടെ എന്തായിരിക്കും സംഭവിക്കുക? ഒരേ ചിന്താഗതിയുള്ള ആളുകൾ തന്നെയാണെങ്കിൽ അവിടെ കോൺഫ്ലിക്റ്റ് സംഭവിക്കാറുണ്ട്. അപ്പോൾ നേരെ ശത്രുക്കളായിട്ടുള്ള വ്യക്തികളാണെങ്കിലോ റോമിൽ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോവുക? കാത്തിരിക്കാം അടുത്ത ഭാഗത്തിനായിട്ട്.